നമസ്തേ. പൊതുതെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ. ഒരേ വോട്ടർമാരെ പല ബൂത്തുകളിലെത്തിച്ചും കള്ള മേൽവിലാസം ഉപയോഗിച്ചും കന്നി വോട്ടർമാരെ ചേർക്കുന്നതിൽ ക്രമക്കേട് നടത്തിയും അട്ടിമറിച്ചു എന്നാണ് ആരോപണം. ആരോപണങ്ങൾക്ക് ചട്ടപ്രകാരം സ്വയം സാക്ഷ്യപ്പെടുത്തി തെളിവ് നൽകാൻ ഹരിയാന, കർണാടകം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാഹുലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ പൊതുസമക്ഷം പറഞ്ഞതിനെ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകിയതായി പരിഗണിക്കാമെന്നായിരുന്നു മറുപടി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാറ്റം ബോംബിടുമെന്ന സൂചന രാഹുൽ നൽകിയിരുന്നു. രാഹുലിൻ്റെ ആരോപണം ചീറ്റിപ്പോയ വെടിയാണെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം. ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ബി ജെ പി വക്താവ് കേണൽ എസ് ഡിന്നി, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് പി എം നിയാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് നിയാസ്, ആറ്റം ബോംബിടും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. പക്ഷേ ഇപ്പോൾ ഇതിന് ഒരേറ് പടക്കത്തിൻ്റെ സ്റ്റാൻഡേർഡ് പോലും ഇല്ല എന്നാണ് ബി ജെ പി വൃത്തങ്ങളിലടക്കം പറയുന്നത്. ഓപ്പറേഷൻ മഹാദേവപുര എന്ന പേരിൽ അന്വേഷണ സംഘത്തിൽ 30 അംഗങ്ങൾ, 6 മാസത്തോളം നീണ്ട പരിശോധന, അതിലെ കണ്ടെത്തലുകളാണല്ലോ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഇരട്ട വോട്ടർമാരുടെയും വ്യാജ മേൽവിലാസക്കാരുടെയും ഒരേ വിലാസത്തിൽ പല പേര് ഉള്ളവരുടെയും വ്യക്തമായ ഫോട്ടോ ഇല്ലാത്തവരുടെയും വ്യാജ കന്നി വോട്ടർമാരുടെയും കണക്ക് താങ്കളുടെ നേതാവ് നിരത്തി. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയുണ്ടായിരുന്നു കോൺഗ്രസിന്. പക്ഷേ 32,707 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു. മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് 1,14,046 വോട്ടിൻ്റെ ലീഡ് കിട്ടിയതാണ് കോൺഗ്രസിനെ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. നോക്കൂ, കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഓരോ ബൂത്തിലും പാർട്ടിക്ക് ഏജൻറ്റുമാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത പരാതി രാഹുലിന് എങ്ങനെ ഉണ്ടായി? നിങ്ങളുടെ പാർട്ടി മെഷീനറി കർണാടകത്തിൽ പരാജയമായിരുന്നെന്ന് സ്വയം തുറന്ന് സമ്മതിക്കുന്നത് പോലെ ആയില്ലേ ഇത്? നോക്കൂ അനിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞത് താങ്കൾ സൂചിപ്പിച്ചത് ഉണ്ടയില്ല വെടിയാണ്. അത് താങ്കളുടെ മാധ്യമത്തിലിരുന്ന് താങ്കൾക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ? ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ജനാധിപത്യം ഇന്ത്യയിൽ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഉണ്ടയില്ല വെടി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കേട്ടോ. ഉണ്ടയില്ല വെടി എന്ന് നമ്മളങ്ങ് സ്ഥാപിച്ചിട്ടില്ല. അല്ലേ, ഞാനിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനല്ലേ. അപ്പോൾ ഒന്ന് അസ്വസ്ഥത വെടിഞ്ഞ് ഒരു നല്ല ഏറ്റവും നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് താങ്കൾ. കുറച്ച് അസ്വസ്ഥത വിട്ടേക്കും, താങ്കൾ പേടിക്കേണ്ട. താങ്കളുടെ മാധ്യമത്തിൽ ഇരിക്കുന്ന താങ്കൾക്ക് അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവില്ല. കാരണം ഏറ്റവും ഗുണമേ ഉണ്ടാവൂ. ഞാൻ പറഞ്ഞു വന്നത് ഉണ്ടയില്ല വെടി എന്നാണ് താങ്കളുടെ ഗോദി മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലെ ജനങ്ങളൊക്കെ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ബോധ്യമുണ്ട് ഇത് ഉണ്ടയില്ല വെടിയല്ല, ഇത് യഥാർത്ഥ വെടിയാണ്. സാധാരണ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷങ്ങൾ വിവിധങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കും. ചിലത് വസ്തുതകളുള്ളതായിരിക്കും, ചിലത് വസ്തുതകളില്ലാത്തതായിരിക്കും. അത് സാധാരണയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു പോകൽ, ഞാനൊക്കെ എത്രയോ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ്, ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞങ്ങൾ 6 മാസക്കാലം ഞങ്ങൾ നടത്തിയ അന്വേഷണങ്ങൾ, ഞങ്ങൾ നടത്തിയ വിശകലനങ്ങൾ, ഞങ്ങൾ നടത്തിയ വസ്തുതാപരമായ പരിശോധനകൾ, ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങളിങ്ങനെ അന്വേഷിക്കാൻ തീരുമാനമുണ്ടായി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിമാചൽ പ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് ഞങ്ങളെ അങ്ങനെ ചിന്തിച്ചു. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു? ഹ്യൂജ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് വിക്ടറി മാർജിൻസ് ബി ജെ പിക്ക്
എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ കിട്ടിയ വോട്ട് 6 മാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് മാറി വന്നു. സ്വാഭാവികമാണ്. ഇപ്പോൾ കേരളത്തിൽ പാർലമെൻറ്റിൽ കിട്ടിയ വോട്ടല്ല അസംബ്ലിയിൽ കിട്ടുക, അത് തർക്കമില്ല. പക്ഷേ വോട്ട് കഴിഞ്ഞ് BJPയുടെ കോളത്തിൽ കൂടുകയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടിൽ കുറയുകയോ അല്ല ഇവിടെ ചെയ്തത്. വോട്ടർ പട്ടികയിൽ 5 വർഷം കൊണ്ട് കയറിയതിനേക്കാൾ കൂടുതൽ 5 മാസം കൊണ്ട് ചേർന്നത് ഞങ്ങൾക്കൊരു അപാകതയായി തോന്നി. ഞങ്ങളത് പരിശോധിച്ചു. രണ്ടാമത്തത് ഒപ്പീനിയൻ എക്സിറ്റ് പോൾ. അതാണ് താങ്കളെപ്പോലെയുള്ള ഗോദി മാധ്യമങ്ങൾ ചെയ്യുന്ന ഏറ്റവും കുറ്റകരമായ ഒരു ഗൂഢാലോചന. എന്താണ്? ആദ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ 400+ 400 പീസ് അല്ലേ, അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ കൊണ്ടുവന്ന് അതിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എവിടെയെല്ലാമാണ് കൃത്രിമം നടത്തുന്നത്, നിങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിനനുസരിച്ച് ജനങ്ങൾ വരുന്നു എന്ന് സാധാരണ ജനങ്ങളെ ഇത് കേൾക്കുന്ന റിസൾട്ട് വരുമ്പോൾ ഞെട്ടാതിരിക്കുവാൻ ഉള്ള സംവിധാനങ്ങളാണ് കാലാകാലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2, 3 പിന്നെ നിങ്ങൾ മഹൗൽ ബിൽഡിംഗായിട്ട് അദ്ദേഹത്തെ ഒരു മഹത്വവൽക്കരിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഒരു ദൈവമാണ്, ദൈവത്തിനേക്കാൾ വലിയ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ അമാനുഷികത നൽകിക്കൊണ്ടുള്ള പരിവേഷം. 4മത്തത് നിങ്ങളുടെ ഇലക്ഷൻ ഷെഡ്യൂള് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഗുജറാത്തിൽ, ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഗുജറാത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്ന രീതിയിൽ ഗുജറാത്തിൽ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സമയം കിട്ടുന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ മാറ്റിമറിക്കുക. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മഹാരാഷ്ട്ര റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് മനസ്സിലായി? 5 മണിക്ക് ശേഷം എനോർമസായി, സാധാരണഗതിയിൽ 5 മണിക്ക് ശേഷം കൂടാറുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ചീഫ് ഏജൻ്റ് ആയിരുന്നു കോഴിക്കോട് പാർലമെൻറ്റിലെ. 4 മണിവരെയും 5 മണിവരെയും കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ക്യൂ നിൽക്കുന്ന സമയമാണ്. അതിനൊരു സ്വാഭാവികമായ ഒരു 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 വളർച്ച അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകും. പക്ഷേ ഇത് സ്വാഭാവികതയിൽ കഴിഞ്ഞ ഒരു ഉയർച്ച. പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വോട്ടർ ടേൺ ഔട്ടും അതുപോലെ നമ്മുടെ വോട്ടർ മെഷീനിലുള്ള ഇലക്ഷൻ ടേൺ ഔട്ടും തമ്മിൽ വ്യത്യാസം വന്നു. അവസാനം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീനിലെ ടേൺ ഔട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നു. അതുപോലെ ഞങ്ങളിത് 4 തവണ ഞങ്ങൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? ഞങ്ങൾക്ക് വോട്ടർ റോൾസ് വേണം. എന്തുകൊണ്ടാണ് വോട്ടർ റോൾസ് വേണമെന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് പരിശോധിക്കണം. ഞങ്ങളുടെ കയ്യിലുള്ളത് ഫിസിക്കലായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറിലുള്ള സാധനമാണ്. അതുകൊണ്ട് പരിശോധിക്കണമെങ്കിൽ മാസങ്ങളെടുക്കും. താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ 7 ഫീറ്റ് ഒരു മനുഷ്യരെക്കാൾ വലിയ ഹൈറ്റുള്ള 400 കിലോ 300 കിലോ തൂക്കമുള്ള സാധനങ്ങളാണ് തന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇത് ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് തന്നാൽ ഞങ്ങൾക്ക് 24 മണിക്കൂർ കൊണ്ടോ 42 മണിക്കൂർ കൊണ്ടോ അത് പരിശോധിക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ 45 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ കഴിയും. 30 ദിവസം കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലും തെരഞ്ഞെടുപ്പ് നിയമങ്ങളിലും 30 ദിവസം കൊണ്ട്, ഞാനൊരു സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്, 30 ദിവസം കൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ കൊടുക്കേണ്ട ദിവസമാണ്. ആ 30 ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ 30 ദിവസം കൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ വോട്ടർ സംവിധാനം തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പഠിച്ച് കൊടുക്കാമായിരുന്നു. നിങ്ങൾ തന്നില്ല. 4 തവണകൾ ആവശ്യപ്പെട്ടിട്ടും നിങ്ങൾ തന്നില്ല. അവസാനം നിങ്ങൾ തന്നത് എന്താ? നിങ്ങൾ തന്നു. അത് സാധാരണഗതിയിൽ നമുക്ക് സ്കാൻ ചെയ്ത് എടുക്കാൻ കഴിയുന്ന സാധനം. ആ സ്കാൻ ചെയ്യാത്തതാക്കാൻ വേണ്ടി നിങ്ങൾ സമയമെടുത്ത് സ്കാൻ ചെയ്യാത്ത എന്തിനാണ് ഇങ്ങനെ സുതാര്യമല്ലാതെ നിങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു? 2 പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ്, ഞങ്ങളിപ്പോൾ 11,000 ഈ നമ്മൾ ഡബിൾ വോട്ട് ചെയ്തത് 11,965 ഒരേ വോട്ട് ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ വിട്ടു. 11,965 വോട്ട്, ഒരേ പേര്, ഒരേ വയസ്സ്, ഒരേ ആൾ. അയാളെ അഡ്രസ്സ് മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നു. ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിലിടുന്നു, ഒന്ന് സ്മോൾ ലെറ്ററിലിടുന്നു. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഫോട്ടോയിലൊക്കെ കാണിച്ച് 11,965 പേര് ജയിച്ച സ്ഥലങ്ങളിൽ മാത്രമാണോ നിങ്ങൾ പരിശോധന നടത്തിയത്? കോൺഗ്രസ് ജയിച്ച സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? അവിടെ കുഴപ്പമൊന്നുമില്ലേ? ഞാനത് താങ്കൾക്ക് ഞാൻ വിട്ടുതരികയാണ്. താങ്കൾക്ക് ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയുമായും അതുപോലെ ആഭ്യന്തരമന്ത്രിയുമായും നേരിട്ട് ബന്ധമുള്ള ഒരാളാണ്. പാർട്ടിയുടെ RSSുമായി ഒക്കെ ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് താങ്കൾ ആ കേന്ദ്രങ്ങളിൽ പറഞ്ഞ് ഇതൊക്കെ പരിശോധിക്കൂ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിച്ചപ്പോൾ കൃത്രിമം നടന്നു, തെളിയിക്കൂ. നമ്മുടെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചത് തെറ്റായ വോട്ടർ പട്ടികയെ വെച്ചാണ്, നിങ്ങൾ തെളിയിക്കൂ. KC വേണുമാർ ആലപ്പുഴയിൽ ജയിച്ചത് തെറ്റായ കാര്യങ്ങളാണ്. താങ്കൾക്ക് തെളിയിക്കാമല്ലോ.
ഞങ്ങൾ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ എല്ലാ രേഖയും നിങ്ങൾ എത്ര വോട്ട് കോൺഗ്രസ് ആയ വോട്ടുകാർ കള്ളവോട്ട് ചെയ്തു, എത്ര വോട്ട് പരാജയത്തെ കുറിച്ചാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. അവിടെയാണല്ലോ അന്വേഷണം നടത്തിയത്. 6 മാസം എടുത്തു അന്വേഷണം പൂർത്തിയാക്കാൻ. അതിന്റെ ഇന്ത്യൻ പാർലമെന്റില് അല്ല താങ്കൾ തെറ്റായി പറയാണ്. കഴിഞ്ഞ തവണ 25 സീറ്റുകളിൽ 33,000 അല്ല ഇന്ത്യൻ പാർലമെന്റിലേക്ക് 25 സീറ്റുകളിൽ 33,000 വോട്ടിന് താഴെ ജയിച്ച സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് ഞങ്ങൾ പരിശോധിച്ച് തന്നത്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ബന്ധപ്പെട്ട കോടതികളിലേക്ക് ഒന്നൊന്നായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. കുറിച്ചായിരുന്നു നിങ്ങൾക്ക് പരാതി. പറഞ്ഞു തീർത്തോട്ടെ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചായിരുന്നു പരാതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ശരിയല്ല, സുതാര്യമല്ല എന്ന ആക്ഷേപത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ ആവർത്തിക്കുന്നത്, നിങ്ങളുടെ പാർട്ടി സംവിധാനത്തിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ, കപ്പാസിറ്റി ഇല്ലേ എന്നുള്ളത്. മാത്രമല്ല കർണാടകം അതെടുക്കാം. നിങ്ങൾ ഈ മഹാദേവപുര ഓപ്പറേഷൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കർണാടകത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവിടെ കോൺഗ്രസ്സല്ലേ ഭരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം അത് മൊത്തം നിങ്ങളുടെ ഉള്ളം കയ്യിലല്ലേ. എന്നിട്ടും അവിടെ പറയുമ്പോൾ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് ആരംഭിച്ച് മഹാരാഷ്ട്രയിൽ കൃത്യമായി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തെളിവുകൾ ഹാജരാക്കണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ 25 സീറ്റുകൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. അതിലൊന്നാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. ബാക്കി പുറത്തുവിടാനില്ല. പേരെ പേടിക്കേണ്ട. 25 സീറ്റുകളിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓരോന്നായി ഞങ്ങൾ പുറത്തുവിടും. ഞങ്ങൾക്ക് പുറത്തുവിടാൻ തടസ്സമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു EVM കുറിച്ച്, ഞങ്ങൾ ഇപ്പോഴും പറയും EVM കുറിച്ച്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ് നിങ്ങൾ എന്താണ് ചെയ്തത്? അവിടെ EVMലെ നമ്മളെ പിന്നെ ബാറ്ററി പാക്കേജ്, ആ ബാറ്ററി പാക്കേജ് നിങ്ങൾ ഒരു ദിവസം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ, ചിലപ്പോൾ 8 മണി 9 മണി വരെ നിൽക്കും. അവിടെ ഉപയോഗിച്ച വോട്ടർ മെഷീനിലെ നമ്മുടെ ബാറ്ററിയുടെ പവർ 98% നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സംശയം വന്നിരുന്നു. ഞങ്ങൾ അതേക്കുറിച്ച് വളരെ വിജിലൻ്റായി മുന്നോട്ട് കൊണ്ടുപോയി. നിങ്ങളൊക്കെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് നടത്തിയതുപോലെ നിങ്ങൾ ഇത്തവണ EVMൽ മാത്രം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഞങ്ങളുണ്ടാക്കി. ഞങ്ങളതിൽ ശാക്തീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തകരെ ശാക്തീകരിച്ച് അക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ബാറ്ററിയിലെ ചാർജിനെ സംബന്ധിച്ച് ഞങ്ങൾ വിജിലൻ്റായി. അപ്പോഴാണ് നിങ്ങൾ പുതിയ ഒരു തന്ത്രത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണ് സാധാരണ. പോലീസ് എത്ര വളരുന്നു അതിനേക്കാൾ കൂടുതൽ കള്ളന്മാർ വളരും. കള്ളന്മാർ എത്ര വളരുന്നു അതനുസരിച്ച് പോലീസ് വളരും. സ്വാഭാവികമാണ്. നിങ്ങൾ വളരുന്ന കള്ളത്തരം കാണിക്കുന്ന നിങ്ങൾ വളരുന്നതനുസരിച്ച് ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് EVM പിടിച്ചു, രണ്ടാമത് വോട്ടർ പട്ടികയിലെ ടേൺ ഔട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പിടിച്ചു, മൂന്നാമത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടും ഫാബ്രിക്കേറ്റഡ് വോട്ടും പിടിച്ചു. അങ്ങനെ ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ പിടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ദാനമായി നീട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ പലരും ഇന്നലെ ചാനൽ ചർച്ചയിൽ പറഞ്ഞു അത് തെലങ്കാനയിൽ നിങ്ങൾക്ക് നഷ്ടമില്ല, തെലങ്കാനയിൽ നിങ്ങൾക്ക് നഷ്ടമില്ല, തെലങ്കാനയിൽ നിങ്ങൾക്ക് നഷ്ടമില്ല. അന്വേഷിച്ച് പോകുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സർക്കാർ വരാൻ സാധ്യതയില്ലാത്ത കേരളത്തിൽ മത്സരിക്കാനുള്ള സമയമെങ്കിലും കണ്ടെത്തണം. ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ നിങ്ങളുടെ മൂടുപടം നിങ്ങൾ കളങ്കം ചെയ്തുകൊണ്ട്, കള്ളത്തരം ചെയ്തുകൊണ്ട്, വോട്ട് മോഷ്ടിച്ചുകൊണ്ട് 25 സീറ്റുകളിൽ നിങ്ങൾ നടത്തിയിരുന്ന കള്ളത്തരം കൊണ്ടാണ് എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പായി എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. നിങ്ങൾ കള്ളന്മാരാണ്. നിങ്ങളുടെ മുഖം മൂടി അണിഞ്ഞ ഏറ്റവും വലിയ കൊള്ളക്കാരാണ് നിങ്ങൾ. വോട്ട് കൊള്ള നടത്തുന്നവരാണ് എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു കാര്യം കൂടി അനിൽ നമ്പരെ പറയാം. 11,965 വോട്ടുകൾ ഏതെല്ലാമാണ് എന്ന് ഞങ്ങൾ അവിടെ നിന്നുള്ള വോട്ടുകൾ മാത്രം, ഞങ്ങൾ പറഞ്ഞ വോട്ടുകൾ, അവരുടെ പേര്, ക്രമ നമ്പർ, അവരുടെ പോളിംഗ് ബൂത്തിൻ്റെ നമ്പർ, അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെച്ചല്ലോ. ഞങ്ങൾ തെളിവുകൾ കൊടുക്കുകയാണല്ലോ. അവിടെ അതേപോലെ തന്നെ ഒരു വീട്ടിൽ 78-80 ആളുകളാണ്. അങ്ങനെയുള്ള 10,452. ആ കർണാടകത്തിൽ നിങ്ങൾ ഒരു വീട്ടിൽ 2 മുറിയുള്ള വീടുകളിൽ, 1 മുറിയുള്ള വീടുകളിൽ, 3 മുറിയുള്ള വീടുകളിൽ അവിടെ 78 പേരും 80 പേരും ജീവിക്കാൻ അസാമാന്യമായ കഴിവാണല്ലോ BJPക്കുള്ളത്. എങ്ങനെയാണ് 78 പേര് ഒരു മുറിയിൽ എത്ര ലെയർ ഉണ്ടാക്കിയാൽ കിടക്കാൻ കഴിയുമോ? അത് നിങ്ങൾ പറയണം. അവിടെയാണ് ഞാൻ
അവിടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ ആയിരുന്നു. ഞങ്ങൾക്ക് വോട്ടർ പട്ടിക, നിങ്ങൾ ഫൈനൽ വോട്ടർ പട്ടിക എപ്പോഴാണ് തന്നത്? തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന് 3 ദിവസം മുമ്പ്. തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന് 3 ദിവസം മുമ്പാണ് ഞാൻ MK രാഘവൻ്റെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ ഞങ്ങൾ ഒന്നും കൂടി വെരിഫൈ ചെയ്യുന്നത്. 3 ദിവസം മുമ്പ് ഞങ്ങൾക്ക് നിങ്ങൾ തരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറാണ്. അത് പരിശോധിക്കാൻ ഞങ്ങൾക്ക് നല്ല ലോകത്തൊരാൾക്കും മനുഷ്യ സഹജമായി സാധിക്കില്ല. കാരണം 1200ഓളം ബൂത്തുകൾ കോഴിക്കോട് പാർലമെൻറ്റിലുണ്ട്. ആ പാർലമെൻറ്റിലെ വോട്ടുകളെല്ലാം പരിശോധിക്കാൻ കഴിയില്ല. ഇതിന് 6 മാസം 40 പേര് രാവും പകലും പണിയെടുത്താണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ കാര്യം, എൻ്റെ അനിൽ നമ്പ്യാർ വലിയ ജനാധിപത്യവാദിയാണ്. കാരണം എന്നെയൊക്കെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായി സംസാരിക്കാൻ അനുവദിക്കുന്ന ജനം TV-യിലെ ഏക ഒരു അവതാരകനാണ് താങ്കൾ. ഇതിനു മുമ്പുള്ള പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തപ്പോഴും ജനാധിപത്യം താങ്കളുടെ ഈ ഫ്ലോറിൽ കാണിച്ചിട്ടുണ്ട്. എനിക്കതല്ലേ നോക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ജനാധിപത്യവാദിയായ നിങ്ങൾ ഇതൊക്കെ എന്തിനാ ഗോപ്യമായി ചെയ്യുന്നത്? ഈ 45 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് നശിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണുള്ളത്? ഇന്ത്യ ഗവൺമെന്റ് എടുത്ത് പണമില്ലാത്തതാണോ? ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പണമില്ലാത്തതാണോ സൂക്ഷിക്കാത്തത്? അപ്പോൾ 6 മാസം സൂക്ഷിച്ചാൽ, 1 കൊല്ലം സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കാൻ പോകും? നിങ്ങളുടെ തലയിലങ്ങ് ഹിമാലയം താഴെ വീണു പോകും. അല്ല, പറഞ്ഞത് പലതും പൊരുത്തപ്പെട്ടില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മാത്രമല്ല, നോക്കൂ, ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞു, ഹരിയാനയിൽ 8 സീറ്റുകളിൽ നിങ്ങളുടെ നേതാവ് എന്താ ഇപ്പോഴും ഒളിച്ചു കളിക്കുന്നത്? അതിനൊക്കെ മറുപടി പറയണം. അല്ല, നോക്കൂ, 2 അതിഥികൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് 11-ാം തീയതി ഞങ്ങൾ 240 11-ാം തീയതി 240 MP-മാരുമായി ഞങ്ങൾ EC-യെ കാണാൻ പോകുന്നുണ്ട്. കാത്തിരിക്കൂ താങ്കൾ. 11-ാം തീയതി കാത്തിരിക്കൂ. അങ്ങേക്ക് ജന TV-യിൽ അവിടെ രേഖയിലുണ്ടല്ലോ, ക്യാമറ ഉണ്ടല്ലോ. 11-ാം തീയതി കാത്തിരിക്കൂ. നിങ്ങളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞങ്ങൾ ഇക്കാര്യത്തിൽ എല്ലാവരെയും സിനിമയിൽ ബാലചന്ദ്ര മേനോന്റെ ഒരു സിനിമയൊണ്ട്, പണ്ട് നിങ്ങൾക്കറിയാലോ, ബാലചന്ദ്ര മേനോൻ അഭിനയിച്ച സിനിമ. അതിൽ പറയുന്നുണ്ട്, എല്ലാവരെയും എല്ലാ കാലത്തും എല്ലാവർക്കും എപ്പോഴും പറ്റിക്കാൻ കഴിയില്ല. വല്ലപ്പോഴും ചില ആളുകൾക്കൊക്കെ പറ്റിക്കാൻ കഴിയും എന്നതുപോലെ 2014-ലും 2019-ലും 2024-ലും പറ്റിച്ച പറ്റൽ ഇനി അങ്ങ് നിങ്ങൾക്ക് പൂട്ടി വെക്കേണ്ടി വരും. ഞങ്ങൾ പൂട്ടി വെപ്പിക്കും. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളെ കൂടെ BJP-യുടെ വക്താക്കളായ ആൾക്കാരെ നിങ്ങളെ കൊണ്ട് നിറച്ചാലും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലല്ല, ഞങ്ങൾക്ക് ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ ഒറ്റ വാക്ക് ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ ഇപ്പോഴും ഉറവ പറ്റാത്ത 1-2 തെരികൾ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിഷ്പക്ഷരായ ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് ഈ കൊള്ളക്കാരായ വോട്ട് കൊള്ളക്കാരായ ഈ BJP-ക്കെതിരെ ജനങ്ങളെ അണിനിർത്തലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ മോഹൻ വർഗീസ്, രാഹുലിൻ്റെ ആരോപണങ്ങളിൽ സാങ്കത്യമുണ്ടോ, കഴമ്പുണ്ടോ? ഞാൻ നേരത്തെ ആവർത്തിച്ച് അഡ്വക്കേറ്റ് നിയാസിനോട് ചോദിച്ചതുപോലെ സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് പോലും തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേടുകൾ നടന്നെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയുടെ കഴിവ് കേടിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? കർണാടകത്തിലെ പോലീസും മറ്റുദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെട്ടവരും നോക്കുകുത്തികളാണ് എന്നല്ലേ രാഹുൽ വിവക്ഷിക്കുന്നത്, പറയാതെ പറഞ്ഞു വെക്കുന്നത്? ശ്രീ രാഹുൽ ഗാന്ധി ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആ ഒരു കപ്പാസിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ പെടുന്ന കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് പൊതുജന സമക്ഷം ചൂണ്ടിക്കാട്ടാനുള്ള ചുമതലയുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക്. മറ്റേതൊരു രാഷ്ട്രീയക്കാരനെ പോലെ തന്നെ രാഹുൽ ഗാന്ധിയും അത് ചെയ്യുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം മുൻകാലങ്ങളിൽ പലപ്പോഴും രാഹുൽ ഗാന്ധി ഉയർത്തിയ വിമർശനങ്ങൾ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയാതെ വന്നു, പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നൊരു ചരിത്രം കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു പുതുമ കാണുകയുണ്ടായി. അതായത് വേദിയിൽ തിക്കിത്തിരക്കി സാധാരണ കോൺഗ്രസ് നേതാക്കൾ ഇരിക്കുന്ന പതിവിൽ നിന്നും മാറി രാഹുൽ ഗാന്ധി ഏകനായി ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ മോഡിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനകത്തൊരു അക്കാഡമിക് ടച്ച് വരികയാണ്, ഒരു റിസർച്ച്
പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത് പോലെ ഒരു സ്റ്റഡി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അത് അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ രാജ്യത്ത് കുറച്ച് താല്പര്യം അവിടെ ജനിച്ചു. എന്താണ് ഇദ്ദേഹം പറയുന്നത്? പതിവിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ. അതുകൊണ്ടാണ് ഇവിടുത്തെ ചോദ്യം, ഉണ്ടയില്ല വെടിയാണോ ഈ ആരോപണങ്ങൾ, അതോ ആ വെടി ശബ്ദം മാത്രമായിരുന്നോ, അതോ പുകയും ശബ്ദവും മാത്രമാണോ, അതോ അത് പ്രഹരശേഷിയുള്ള ഒരു ഉണ്ട ആ വെടിക്ക് ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ്. ഇവിടെ നോക്കൂ, ഇതിനകത്ത് രണ്ട് രീതിയിൽ തന്നെ കാണാം. പൊളിറ്റിക്കൽ ഒരു റെറ്ററിക് എന്ന നിലയിൽ നിരന്തരം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണകക്ഷി അട്ടിമറിക്കുന്നു എന്ന ഒരു പ്രതീതി ജനറേറ്റ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻറ്റ് റെറ്ററിക്, അതൊരു വശത്ത്. മറുവശത്ത് അദ്ദേഹം പറയുന്നതിൻ്റെ ഫാക്ട് ചെക്ക് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് ഉണ്ടയില്ലവിടെയാണോ ഇല്ലയോ എന്ന് മനസ്സിലാകൂ. ഇവിടെ നോക്കൂ, നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫാക്ട് ചെക്കിലേക്ക് നീങ്ങാം. ഇവിടെ 25 മണ്ഡലങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സിനെ മഥിക്കുന്ന വിഷയം. ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് പകരം തനിക്ക് പ്രധാനമന്ത്രിയാകാമായിരുന്നു 2024 തിരഞ്ഞെടുപ്പിന് ശേഷം, പ്രൊവൈഡഡ് 32,000-ൽ താഴെ വോട്ടിന് BJP വിജയിച്ചു വന്ന, അല്ലെങ്കിൽ NDA കക്ഷികൾ വിജയിച്ചു വന്ന ആ ഒരു 25ഓളം സീറ്റുകൾ അവിടുത്തെ ഫലം മറ്റൊന്നായിരുന്നു എങ്കിൽ ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് മറ്റൊരു നേതാവാകുമായിരുന്നു, മറ്റൊരു പാർട്ടിയാകുമായിരുന്നു എന്ന പ്രിമൈസിൽ നിന്നുകൊണ്ടാണ്, അതൊരു തരം ജഡ്ജ്മെൻ്റലാണ്, അതിൽ നിന്നുകൊണ്ടാണ് 25 ലോക്സഭാ മണ്ഡലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ തന്നെ ഏറ്റവും സാധ്യത തെളിയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ ഇത് നോക്കൂ, ബാംഗ്ലൂർ സെൻട്രലിലെ ഈ നിയമസഭാ സെഗ്മെൻറ്റിൽ ഓൾ ബട്ട് വൺ ആ ഒരു മഹാദേവപുര എന്ന ആ ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ മാത്രമാണ് BJPക്ക് നല്ല ലീഡ് ഉണ്ടായിരുന്നത്. മറ്റെല്ലായിടത്തും കോൺഗ്രസ്സിന് ലീഡ് ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നൈതികത, വിശ്വാസ്യത ചോദ്യം ചെയ്യാനാവില്ല. കാരണം ഇങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് BJPയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും പറയുന്ന, കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം, പല നിയോജക മണ്ഡലങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ധുലെ ലോക്സഭാ മണ്ഡലം, അതിൻ്റെ പരിധിയിൽ വരുന്ന മലേഗാവ് മണ്ഡലം നിയമസഭാ സെഗ്മെൻറ്റ്, അവിടെ കോൺഗ്രസ്സിന് മൃഗീയമായൊരു നമ്പേഴ്സ് കിട്ടി. മറ്റെല്ലാ നിയമസഭാ സെഗ്മെൻറ്റിലും ആ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ BJPക്കായിരുന്നു മേൽക്കൈ. അവിടെ ജയിച്ചു വന്നത് കോൺഗ്രസിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കാവുന്നൊരു കാര്യമാണ്. ഒരു സെഗ്മെൻറ്റിൽ കുറേയേറെ വോട്ടുകളുടെ ബലത്തിൽ ഒരു പാർട്ടിക്ക് വിജയിച്ചു വരാം. ആ പ്രമൈസിലാണ് രാഹുൽ ഗാന്ധി തുടങ്ങുന്നത്. അതിൽ നിന്നാണ് ആ ഒരു മണ്ഡലം മാത്രമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ 100,000-ൽ പരം വോട്ടുകൾ കൃത്രിമമായി ആഡ് ചെയ്യപ്പെട്ടവയാണ്. അല്ലെങ്കിൽ ഈ 1 lakh ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ 1,00,000 വോട്ടുകൾ എന്ന് പറയുന്നത് വലിയൊരു നമ്പേഴ്സാണ്, മൈൻഡ് ബ്ലോയിങ് നമ്പറാണ്. അപ്പോൾ അത് മാധ്യമ പ്രവർത്തകരും ഈ രാജ്യത്തെ ഈ ചിന്തിക്കുന്ന ആളുകളും വളരെയധികം കണ്ണു തുറന്ന് കേട്ടു. എന്താണ് ഈ 1,00,000-ൻ്റെ കണക്ക്? അതിൻ്റെ ബ്രേക്കപ്പിലേക്ക് രാഹുൽ ഗാന്ധി വന്നു. ഒരു അക്കാഡമീഷ്യൻ്റെ ചാരുതയോടുകൂടി അതിൻ്റെ ബ്രേക്കപ്പിലേക്ക് രാഹുൽ ഗാന്ധി വന്നു. അവിടെയാണ് വോട്ട് ഇരട്ടിപ്പ്. വോട്ട് പേരുകൾ, ഫാദറിൻ്റെ പേര് തെറ്റാണ്, അല്ലെങ്കിൽ XY എന്നിട്ടിരിക്കുന്നു, വിലാസത്തിൽ 00 എന്നിട്ടിരിക്കുന്നു. അങ്ങനെ അബദ്ധ പഞ്ചാംഗങ്ങളുടെ ഒരു ഘോഷയാത്ര വലിയ റിസർച്ചിൻ്റെ സഹായത്തോടു കൂടി, അതായത് ഏതാണ്ട് 300 കിലോ ബണ്ടിൽ പേപ്പേഴ്സ്, അതിൻ്റെ സഹായത്തോടു കൂടി വലിയ 6 മാസം നീണ്ടു നിൽക്കുന്ന 30 കോൺഗ്രസ് പ്രവർത്തകരുടെ 6 മാസത്തെ കഠിനാധ്വാനം, അത് വേണ്ടി വന്നതിൻ്റെ കാരണമായി രാഹുൽ ഗാന്ധി പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അത് കാരണമായത് എന്തുകൊണ്ടാണ്? ഡിജിറ്റൽ കോപ്പി, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ ഡിജിറ്റൽ കോപ്പി കൈമാറുന്നതിന് എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ തടസ്സം? ന്യായമായ ചോദ്യമാണ്. പക്ഷേ ഇതിനൊരു പ്രീസിഡൻസ് ഉണ്ടാക്കണമല്ലോ. മുൻകാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നിരന്തരമായി രാഷ്ട്രീയ കക്ഷികൾ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാ ഇലക്ഷൻ കഴിയുമ്പോഴും ഡിജിറ്റൽ കോപ്പി കൈമാറണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ടാവാം, മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവാം. അത് പറയാൻ ഞാനാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ കാരണം പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടാകാം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഹാഡ് ടു വർക്ക് വെരി ഹാർഡ് ടു കൗണ്ടർ ചെക്ക്. അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ബാംഗ്ലൂർ സെൻട്രലിൻ്റെ അറ്റ്ലീസ്റ്റ് മഹാദേവപുര സെഗ്മെൻറ്റിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് 6 മാസം എടുത്തുകൊണ്ട് വീടാന്തരം കയറി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അവരൊരു റിപ്പോർട്ടുമായിട്ട് കൊണ്ടുവന്നു. ആ കാര്യങ്ങളാണ്, ആ രേഖകളാണ് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന രേഖകൾ. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന രേഖകളെന്നല്ല, മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക.
അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു ന്യായമായ കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നു. എന്താണ്? പൊതുജന സമക്ഷം വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരു ഫോർമാറ്റിൽ എഴുതി ഒരു സത്യവാങ്മൂലം എന്ന രീതിയിൽ അടിയിൽ ഒപ്പിട്ട് ഉത്തരവാദപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഫോർമലി കൊടുക്കുന്നില്ല? മുൻകാലങ്ങളിൽ രാഹുൽ ഗാന്ധി കൊടുത്തു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അല്ല കൊടുത്തത്. രാഹുൽ ഗാന്ധി ഒരൊറ്റ പരാതി കൊടുത്തതായിട്ട് എനിക്കറിയില്ല. കോൺഗ്രസ് നേതാക്കളും വക്കീലന്മാരും കൊടുത്തിട്ടുണ്ട്, അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കൈപ്പറ്റാൻ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ വിസമ്മതിക്കുന്ന കാഴ്ചയും നമ്മൾ മുൻപ് കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഒന്നും തെറ്റ് സംഭവിച്ചു എന്നോ തെറ്റ് സംഭവിച്ചില്ല എന്നോ കമ്മീഷൻ തെളിച്ചു പറഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം തീർച്ചയായും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് ആർഗ്യൂ ചെയ്യുന്നതിനേക്കാൾ, അതായത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി BJP ആണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സബ്ജക്റ്റീവ് ആർഗ്യുമെൻ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് എന്താണ് ശ്രീ അനിൽ? ഒബ്ജക്റ്റിവിറ്റിയാണ്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം, BJP മനസ്സിലാക്കണം. ഇവർ 6 മാസം എടുത്ത് നടത്തിയ അന്വേഷണം, പരിശോധന, അത് എത്രത്തോളം വസ്തുനിഷ്ഠമാണ് എന്നുകൂടി പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായും അതിനകത്ത് സബ്ജക്റ്റിവിറ്റി ഉണ്ട്. അന്വേഷിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, നിഷ്പക്ഷരായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അല്ലാന്ന് ഓർക്കണം. കോൺഗ്രസ്സുകാർ അന്വേഷിക്കുമ്പോൾ അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ മാത്രമുള്ള നിഗമനങ്ങളിലാണ് എത്തിച്ചേരുക. ഇനി അതിൻ്റെ സബ്ജക്റ്റീവ് കമ്പോണന്റിലേക്ക് വരിക. ഇത്രയും കാര്യങ്ങൾ ഒബ്ജക്റ്റീവാണ്, സമ്മതിക്കുന്നു. രാഹുൽ ഗാന്ധി ഒബ്ജക്റ്റീവായി റിസർച്ച് ചെയ്ത് ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് ഇൻഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മണ്ഡലത്തിൽ കാര്യങ്ങൾ പാളിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രൊജക്ഷനാണ് ശ്രീ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മറുവശം നോക്കൂ, രാഹുൽ ഗാന്ധി അതിന് പറയുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ്? ആ ന്യായങ്ങളിലാണ് സബ്ജക്റ്റിവിറ്റിയും കോൺഗ്രസിൻ്റെ തന്നെ ഒരുതരം ഇൻഹിബിഷൻസും എല്ലാം വെളിയിൽ വരുന്നത്. നോക്കൂ, ഹരിയാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങൾ, ഈ കർണാടക വിട്ടിട്ട് 3 സംസ്ഥാനങ്ങളുടെ കാര്യം വളരെ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് മധ്യപ്രദേശിൽ കോൺഗ്രസിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് തോറ്റമ്പി, BJP അധികാരത്തിൽ വന്നു. അപ്പോൾ ഇതിന് വ്യക്തമായ കണക്കുകൾ പറയാൻ രാഹുൽ ഗാന്ധി കഴിയുന്നില്ല. മധ്യപ്രദേശിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ വോട്ട് വന്നപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഒന്നുമില്ല, BJP ജയിച്ചു വന്നു. അത് ലളിതയുക്തി മാത്രമാണ്. ഇനി ഹരിയാനയിലേക്ക് വരൂ. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗങ്ങൾക്ക് ജനപങ്കാളിത്തം വളരെ കുറവായിരുന്നു. അവിടെ നീണ്ടു നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. എന്താണ്? കർഷക പ്രക്ഷോഭമുണ്ട്, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമുണ്ട്, കായിക താരങ്ങളുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് BJP പരാജയപ്പെടും, കോൺഗ്രസ് അവിടെ പാട്ടും പാടി ജയിക്കും. ഇലക്ഷൻ ഫോർകാസ്റ്റുകളെല്ലാം തന്നെ, അഭിപ്രായ സർവേകളെല്ലാം തന്നെ കോൺഗ്രസിന് നിർണായക എഡ്ജ് പ്രഡിക്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോഴും അതിനൊരു ലോജിക്ക് മാത്രമാണ് പറയുന്നത്, അല്ലാതെ അതിനകത്ത് ഒരു ഒബ്ജക്റ്റിവിറ്റി എനിക്ക് കാണാൻ കഴിയുന്നില്ല. മഹാരാഷ്ട്രയിലേക്ക് വരുന്നു. അവിടെ നമുക്കറിയാമല്ലോ, മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48-ൽ 30 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു വന്നതാണ്. അല്ലെങ്കിൽ മഹാവികാസ് അഘാതി, കോൺഗ്രസും NCPയും ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗവും എല്ലാം ചേർന്ന ആ ഒരു സംവിധാനം വിജയിച്ചു വന്നു. BJP ബാക്ക്ഫുട്ടിൽ പോയി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു ബോൾ ഗെയിമാണ്. ലാഡ്കി ബഹൻ പദ്ധതിയുടെ ഒക്കെ സഹായത്തോടു കൂടി BJPക്കും ശിവസേന ഷിൻഡെ വിഭാഗത്തിനും NCP പവാർ, അതായത് അജിത് പവാർ വിഭാഗത്തിനും ചേർന്നുകൊണ്ട് നിർണായക മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചു. കേവലം 50 സീറ്റിൽ താഴെയാണ് കോൺഗ്രസിന് സഖ്യകക്ഷികൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഞങ്ങളെങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളെങ്ങനെ പരാജയപ്പെട്ടു? അവിടെ കേവലം 6 മാസം കൊണ്ട് 1 കോടി വോട്ടർമാരെ എങ്ങനെ ചേർത്തു? ഞാൻ പറയും അത് ചേർത്തവരുടെ മിടുക്കാണ്. കോൺഗ്രസ്സുകാർക്കും ചേർക്കാം, BJPക്കാർക്കും ചേർക്കാം, ഇൻഡിപെൻഡൻസിനും ചേർക്കാം, ആർക്ക് വേണേലും പുതിയ വോട്ടർമാരെ ചേർക്കാം. അത് സംഘടനാ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചാൽ വോട്ടർമാരെ ചേർക്കാൻ സാധിക്കും. വോട്ടർമാരെ ചേർത്തു എന്ന ഒറ്റ എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടെങ്കിൽ ഇവർക്ക് ഒപ്പോസ് ചെയ്യാമല്ലോ അല്ലേ? തീർച്ചയായും ഒപ്പോസ് ചെയ്യാമല്ലോ. ഈ ഇലക്ട്രൽ റോളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് കർണാടകത്തിൽ ഉൾപ്പെടെ ശ്രീ അനിൽ ഇലക്ട്രൽ റോൾ കരട് രേഖ വരുമല്ലോ, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമല്ലോ, എല്ലാവർക്കും കൊടുക്കുമല്ലോ. അത് എല്ലാവർക്കും കൊടുക്കും, എല്ലാ പാർട്ടികൾക്കും കൊടുക്കും, സ്ഥാനാർത്ഥികൾ കൊടുക്കും. അത് സ്വല്പം ഒന്ന് ഗൃഹപാഠം ചെയ്താൽ ഒരേ വീട്ടിൽ ഒരേ അഡ്രസ്സിൽ 10, 50, 60 പേര് വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പട്ടികയിലുണ്ട് എങ്കിൽ, അഡ്രസ്സ് സഹിതം എല്ലാ ഡീറ്റെയിൽസ് സഹിതമാണ് ഇലക്ട്രൽ റോൾ വരുന്നതെന്ന് ഓർക്കണം. പണ്ടത്തെ പോലല്ല, പേര് മാത്രമല്ല. ആ രീതിയിൽ വരുമ്പോൾ ഇത് നല്ല സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ പരിശോധിക്കാമായിരുന്നല്ലോ.
കർണാടകത്തിൽ കോൺഗ്രസ് റൂളിംഗ് പാർട്ടിയാണെന്ന് ഓർക്കണം. മഹാരാഷ്ട്രയിൽ ശക്തമായ അടിത്തറയുള്ള പാർട്ടി തന്നെയാണ് പിന്നെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ. പരിശോധിക്കാമായിരുന്നു. ഇതൊന്നും പരിശോധിക്കാതെ അവസാന നിമിഷം പറയുകയാണ് വോട്ടെടുപ്പ് കഴിയുന്ന നിമിഷങ്ങളിൽ കാര്യമായ തിക്കും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് CCTV നോക്കിയാൽ കാണാം. പക്ഷേ CCTV ദൃശ്യങ്ങൾ മനഃപൂർവ്വമായി 45 ദിവസം കഴിഞ്ഞപ്പോൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്തൊക്കെ പറയുമ്പോൾ ഒരു പരിധി ഉണ്ടാകും. നമ്മുടെ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നതിന്, സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും. ഇത്രയും ബണ്ടിൽസ് ഓഫ് ഇൻഫർമേഷനാണ്, ഒരു സിസ്റ്റമാണ്, ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. അതിൻ്റെതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൊതു ആ മണ്ഡലത്തിൽ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റായ രീതിയിൽ ഗൂഢ ഉദ്ദേശത്തോടുകൂടി BJPയെ വിജയിപ്പിക്കത്തക്ക രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നതിനകത്തും ഒബ്ജക്റ്റിവിറ്റി കാണാനില്ല. അതുകൊണ്ട് ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒബ്ജക്റ്റീവായ കാര്യങ്ങൾ പറഞ്ഞു. അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം, സത്യം വെളിയിൽ വരണം. അതേസമയം സബ്ജക്റ്റീവായ ചില കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തൊടുന്യായങ്ങൾ എന്ന നിലയിൽ ചില ഒബ്ജക്റ്റീവ് കാര്യങ്ങൾ ഏത് മണ്ഡലത്തിലും സംഭവിക്കാവുന്ന എറർ. കേരളത്തിൽ വോട്ടെടുപ്പ് സംഭവിക്കുന്നില്ലേ? എല്ലാ ഇടങ്ങളിലും വോട്ടെടുപ്പുണ്ട്. അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടെ ഈ തരുണത്തിൽ നമ്മൾ ഓർക്കണം. ഒരു ഇരട്ടത്താപ്പുണ്ട് അവിടെ. ആ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ കൊടുമ്പിരി കൊണ്ട പ്രചരണമാണ്. എന്താണ്? അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ, ഏതാണ്ട് 56 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി നീക്കി. അതായത് ഡബിൾ വോട്ടുകൾ മാറ്റി, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജീവിക്കുന്നവരുടെ വോട്ടുകൾ മാറ്റി, പിന്നെ ചില കമ്മ്യൂണിറ്റികളെ തെരഞ്ഞു പിടിച്ചു മാറ്റി. എന്തെല്ലാം ആരോപണങ്ങളാണ്. അതുകൊണ്ട് ഇൻറ്റൻസീവ് റാഡിക്കൽ ആൻഡ് ഇൻറ്റൻസീവ് ചേഞ്ചസ് വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കുന്ന ആ ക്ലീനിങ് പ്രക്രിയയ്ക്ക് തുരങ്കം വെക്കുന്ന നിലപാട് ഇന്ത്യ മുന്നണി സ്വീകരിച്ചു. അതേ ഇടത്ത് പറയുന്നു ഇവിടെ കർണാടകത്തിൽ വരുമ്പോൾ, മഹാരാഷ്ട്രയിൽ വരുമ്പോൾ ഇങ്ങനെ വ്യാജ വോട്ടുകൾ തിരികെ കയറ്റുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺസിസ്റ്റൻസിയുടെ അഭാവം നമുക്ക് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. കാരണം ബീഹാറിൽ ഒരു നീതിയും കർണാടകത്തിൽ മറ്റൊരു നീതിയും എന്ന രീതിയിൽ രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമാകാത്ത ഒരു രീതിയാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് ബീഹാറിൽ. ഒരുപക്ഷെ വിദേശത്ത് നിന്ന്, ബംഗ്ലാദേശിൽ നിന്നോ മറ്റ് പല ഇടങ്ങളിൽ നിന്നോ നുഴഞ്ഞു കയറിയ ആളുകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് സാമാന്യം അയൽ സംസ്ഥാനം കൂടിയായ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അവിടുത്തെ സാഹചര്യം വ്യത്യാസമുണ്ട്. കർണാടകയിൽ അങ്ങനല്ല. കർണാടകത്തിൽ അയൽ സംസ്ഥാനങ്ങളുമായി, അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയുമില്ല. അതുകൊണ്ട് ബീഹാറിൽ തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നുഴഞ്ഞുകയറ്റ വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ലഭിക്കണം, അത് വിട്ടു നിർത്താൻ പാടില്ല. അതേസമയം കർണാടകത്തിൽ അനധികൃതമായി ഒരുപാട് പേരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ലെവൽ പാരിറ്റി അവിടെ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളുടെ കുറെ കൂമ്പാരം ഇവിടെ കാണാനുണ്ട്. അതേസമയം അതിനുള്ളിൽ ചില കതിരുകളുണ്ട്. വലിയ നമ്പർ പതിരുകൾക്ക് മധ്യേ ഉള്ള കതിരുകളുടെ അർത്ഥം കാണാതെ പോകരുത്. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് അത് വെറും രാഷ്ട്രീയമാണ്, അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാതെ അതിൽ ഉള്ള സത്യങ്ങൾ തെരഞ്ഞു പിടിച്ച് കമ്മീഷൻ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്. കമ്മീഷൻ റെഫറിയാണ്. റെഫറി ഗോളടിക്കാൻ നോക്കരുത്. കമ്മീഷൻ അമ്പയറാണ്. അമ്പയർ ഒരു ടീമിന് വേണ്ടി മാത്രം കളിക്കാൻ പാടില്ല. അത് തീർച്ചയായിട്ടും ഹീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായി പ്രവർത്തിക്കണം. അതാണ് എൻ്റെ നിഗമനം, എൻ്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും രാഹുൽ എഫിഡവിറ്റ് കൊടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് നിയാസ് പറഞ്ഞല്ലോ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ കോൺഗ്രസ് പ്രതിനിധി സംഘം കാണുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്. യെസ്, കേണൽ എസ് ഡിനി, രാഹുലിൻ്റെ സോക്കോൾഡ് ആറ്റം ബോംബിൽ കിടുങ്ങിയോ നടുങ്ങിയോ BJP? ശ്രീ അനിൽ, ഇതിനകത്ത് നമ്മൾ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ തുടങ്ങാം. അതായത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ ആ കാര്യങ്ങളെ ഫാക്ട്സ് കൊണ്ട് തന്നെ ഞാൻ കൗണ്ടർ ചെയ്യും, പൊളിറ്റിക്സ് ആയിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു എന്ത് സ്ഥിതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ശ്രീ രാഹുൽ ഗാന്ധി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം കൊണ്ടുവന്ന ഈ കാര്യത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഏകദേശം 2012 തൊട്ട് ഏകദേശം ഇപ്പം 2025 വരെ അദ്ദേഹം കോൺഗ്രസിനെ നയിക്കാനും പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്ത് ഏകദേശം 80 തെരഞ്ഞെടുപ്പെങ്കിലും മിനിമം ഒരു 80 തെരഞ്ഞെടുപ്പെങ്കിലും അദ്ദേഹം തോറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ അദ്ദേഹം തോറ്റിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നമ്മൾ ഇരിക്കുന്ന കേരളം ആദ്യമായിട്ടൊരു തുടർഭരണം കണ്ട ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പൊ മിനിമം ഒരു 80 ഇലക്ഷൻസ് തോറ്റ ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി.
അത് ഒരു വർഷം, അതൊരു ഫാക്ട് ആണ്. അതിനകത്ത് യാതൊരു 18 ചിലപ്പോൾ 89 ആവാം, ചിലപ്പോൾ 69 ആവാം, 70, ബട്ട് ദാറ്റ്സ് എ ഫാക്ട്. അതായത് അദ്ദേഹം ജയിച്ചേക്കാട്ടി കൂടുതൽ അദ്ദേഹം തോൽവികളാണ്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ലോക്സഭ 2014, 2019, 2024. ഇതൊരു ഫാക്ട്. നൗ കം ടു ദ നെക്സ്റ്റ് തിങ്. അപ്പൊ ഈ കാര്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല ക്രെഡൻഷ്യൽസ് ഒന്ന് നോക്കുക. സ്ഥിരമായിട്ട് ഭരണഘടനയെ ഒരു കൈവച്ച് പിടിക്കുകയും ഭരണഘടനയിലെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മെത്തോഡിക്കലായിട്ട് അദ്ദേഹം അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നോക്കൂ, ഏറ്റവും ആദ്യം നോക്കൂ, ഇന്ത്യൻ ആർമിയുടെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ ക്രെഡിബിലിറ്റിയെ തകർത്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കി. ലഡാക്കിൽ 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് പോയിരുന്നോ? അത് അങ്ങനെ ശരിയായിരുന്നോ? പക്ഷെ അദ്ദേഹം അങ്ങനെ പ്രസ്താവന നടത്തി. അതാണ് സുപ്രീം കോടതി അവിടെ ചോദിച്ചത്. അവിടെ നമ്മൾ എയർ സ്ട്രൈക്ക് നടത്തിയപ്പം എവിടെ തെളിവ്? ഇത് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം നമുക്ക് എത്രമാത്രം റഫേൽ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സൈന്യം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ മൊറാലിനെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നിരന്തരമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഇക്കോസിസ്റ്റം നടത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം ജുഡീഷ്യറി. ഏതെങ്കിലും ഒരു വിധി അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണെങ്കിൽ വെരി ഗുഡ്. അവർക്ക് തിരിച്ചിട്ടുള്ള ഒരു വിധിയാണെങ്കിൽ ആ ജുഡീഷ്യറി കോംപ്രമൈസ്ഡ് ആണ്, അതിനൊന്നും ചെയ്തില്ല. രാം ജന്മഭൂമിയുടെ ഒരു വിഷയം വന്നപ്പോൾ അത്രയും നാള് നല്ല സുപ്രീം കോടതിയുടെ വലിയ ഒരു രീതിയിലേക്ക് ജഡ്ജ് ഇരുന്ന അദ്ദേഹത്തിന് ഇനി അധിക്ഷേപിക്കാൻ വേറെ ഒന്നുമില്ല. ആ രീതിയിലേക്കുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം മൊത്തം പോയി. അപ്പൊ ജുഡീഷ്യറിയുടെ പുറത്ത് ഇപ്പം തന്നെ അദ്ദേഹം തന്നെ അഡ്വക്കേറ്റ് നിയാസ് അദ്ദേഹം ഒരു വക്കീലായിട്ടാണ്. ഇനി ചെറിയ ഒരു തരി പോലും ഉള്ള അവർക്ക് വേണ്ടി, അതായത് സ്റ്റിൽ ഒരു എലിമെന്റ് ഓഫ് ഡൗട്ട് വെച്ചിട്ടാണ് അദ്ദേഹം ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ ഭാരതത്തിന്റെ സ്ട്രെങ്ത് ആണ് സാമ്പത്തികം. ശ്രീ അനിൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, ഇൻക്ലൂഡിങ് ശ്രീ രാജീവ് ഗാന്ധി, ശ്രീ ഇന്ദിരാഗാന്ധി, മറ്റ് പല നേതാക്കളും നമ്മളെ ഭരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് ഒരു വിദേശത്തു നിന്നുള്ള ഒരു രാഷ്ട്ര തലവൻ പറയാണ് നിങ്ങളുടെ എക്കോണമി ചത്ത എക്കണോമിയാന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ശരിയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നേതാവ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? അപ്പം എക്കോണമിയെ തകർക്കുക എന്നുള്ളത് നമ്മളെ ഏറ്റവും മൂന്നാമത്തെ എക്കോണമി ആണെന്ന് ലോകത്ത് മൊത്തം അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ലോകം മൊത്തം നോക്കുന്ന ഒരു എക്കോണമിയാണെന്ന് നമുക്കറിയാം. 6.5% GDP ഗ്രോത്ത് ഉള്ള വേറൊരു എക്കോണമി ഇല്ലാന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറയാണ് നമ്മുടെ ചത്ത എക്കോണമിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അവിടെ ആ ഒരു വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമം നടത്തിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വരാം, ഇലക്ഷൻ കമ്മീഷൻ. നോക്കൂ, 2014 തൊട്ട് ഇവർ തോൽക്കുന്ന ആ ഒരു സിസ്റ്റം വന്നപ്പം ആദ്യം ഇവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ചീത്ത പറയാൻ തുടങ്ങി. അതായത് അവർ ജയിക്കുന്ന സ്ഥലത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പെർഫെക്റ്റ്, പക്ഷെ അവർ തോൽക്കുന്ന സ്ഥലത്ത് അവിടെ പ്രോബ്ലം. അതിനകത്ത് ബാറ്ററി പ്രോബ്ലം, അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അതിനകത്ത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ പോകുന്ന അങ്ങനത്തെയൊക്കെ പ്രശ്നം. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നിരന്തരമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയും അവരുടെ ടീമിനോട് പറഞ്ഞു, നിങ്ങൾ വരൂ, ഇതാണ് ഇലക്ഷൻ മെഷീൻ, നിങ്ങളൊന്ന് ഹാക്ക് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. ഇവർ ആരെങ്കിലും പോയോ? ഏതെങ്കിലും ഇവർക്കൊക്കെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ടെക്നോക്രാറ്റ്സ് ഉള്ളതാണ്. ഏതെങ്കിലും ഒരു ടെക്നോക്രാറ്റ് ഇലക്ഷൻ കമ്മീഷൻ അവിടെ പോയിട്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്ത് കാണിച്ചോ? ഇല്ല. അപ്പം ആ EVM കുറിച്ച് പറഞ്ഞ് കുറെ നാൾ കഴിഞ്ഞു, പക്ഷെ അതിന്റെ ആ രീതിയിലേക്ക് അങ്ങ് മാറി. അപ്പോഴാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അവിടെ ശ്രീ രാഹുൽ ഗാന്ധി 2 വിഷയത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ 2നും ഞാൻ ഇനി വരാം. ഒന്ന്, മഹാരാഷ്ട്രയെ കുറിച്ചാണ് പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 1 കോടിയോളം അദ്ദേഹം പറഞ്ഞ 1 കോടിയോളം ഇൻക്രീസ് ഓഫ് വോട്ട്സ് ഉണ്ടായിരുന്നു. ആ 1 കോടി വോട്ട്സ് ഉണ്ടായതാണ് അവിടെ BJPക്ക് വളരെ വലിയൊരു വിജയം കിട്ടിയെന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടെ, ഈ ഒരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോംബെയിൽ പോയിരുന്നു. അവരതിനെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് പറഞ്ഞത്. അത് നടന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ജുഡീഷ്യറി അടുത്ത് പോയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിൽ അത് തള്ളിക്കളഞ്ഞു. ഇനി അത് പറയട്ടെ, അത് വിട്ടിട്ട് ഞാൻ അതിന്റെ കാര്യം പറയാം. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് 1 കോടി വോട്ടേഴ്സ് എക്സ്ട്രാ വന്നെന്നാണ്. ഇനി ഞാൻ കണക്ക് പറയാം. 2024 അസംബ്ലി ഇലക്ഷനിൽ വന്നത് 9.71. ഞാൻ മറ്റേതിൽ പോകുന്നില്ല. 9,71,00,000, പിന്നെ 41,000 2089, അത് 289, അത് വിട്ടാറ്. 9.71 crores ആണ് അവിടെ അസംബ്ലി ഇലക്ഷനിൽ വന്നത് 2024. 2000 ലോക്സഭയിൽ ഉണ്ടായിരുന്നത് എത്ര എന്നറിയോ? 9.3. അതായത് കൂടിയത് 40 ലക്ഷം വോട്ടേഴ്സ് മാത്രമേ കൂടിയുള്ളൂ. അപ്പൊ 60% നേരെ രാഹുൽ ഗാന്ധി എഫക്ട് ആയി. 60% അത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. എവിടെ കിടക്കുന്നു 1 കോടി, എവിടെ കിടക്കുന്നു 40 lakhs. സോ അവിടെ അഗെയിൻ ഫാക്ട്സ് ആർ റോങ്.
നമുക്ക് അടുത്ത വിഷയത്തിൽ വരാം. അദ്ദേഹം പറഞ്ഞു ഓരോ സ്ഥലത്തും ഈ 1 കോടി വോട്ട് വന്നത് കാരണം BJP ആണ് ജയിച്ചതെന്ന് പറയാം. ഇനി ഞാനൊരു 5 ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് പറഞ്ഞു പോവാം. അവിടെ ആരാണ് ജയിച്ചത്, എത്ര വോട്ട് കൂടി എന്നൊന്നും നമുക്ക് പറയാം. ബൂത്ത് അസംബ്ലി നമ്പർ 149 മുംറ കൽവ എന്നാണ് എന്റെ പേര്. അവിടെ വോട്ട് കൂടിയത് 41,663 41,663. അവിടെ ജയിച്ചത് 96,288 മാർജിനിൽ. ആരാണ് ജയിച്ചത്? NCP ശിവസേനയുടെ ജിതേന്ദ്ര റവാഡ്. ഓക്കെ. ഇനി 137 അസംബ്ലി നമ്പർ ഭിവണ്ടി ഈസ്റ്റ് ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. അവിടെ കൂടിയത് 37,535. ജയിച്ചത് സമാജ്വാദി പാർട്ടിയുടെ റെയ്സ് ഖസം ഷേഖ്. ഇനി വരും അടുത്തതിൽ ഖേഡാൽ വണ്ടി എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ കൂടിയത് 23,989. ജയിച്ചത് മാർജിൻ എത്രയാണെന്നറിയോ? 51,743. ജയിച്ചത് ആരാണ്? ശിവസേന, ഉദ്ധവ് താക്കറെ, ബാബ റാംജി. ഇനി കോൺഗ്രസിന്റെ കാര്യം തന്നെ പറയാം. കോൺഗ്രസ് അസംബ്ലി നമ്പർ 57 നാഗ്പൂർ നോർത്ത്. അവിടെ ജയിച്ചത് ഡോക്ടർ നിതിൻ കൃഷ്ണൻ റാവത്ത്. കൂടിയ വോട്ട് 23,421. ജയിച്ച മാർജിൻ എത്ര എന്നറിയോ ശ്രീ അനിൽ? 28,467. സോ ഇതുപോലെ ഒരു 50 എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ അനിലിന്റെ ഫുൾ സ്റ്റോൾ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ എന്താണ് പറയുന്നത്? അപ്പൊ വോട്ട് ഷെയർ ഇൻക്രീസ് ആയ അസംബ്ലിയിൽ അവരും അവരുടെ കൂടെ ഉള്ള സഖ്യകക്ഷികളും ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഹൗ ആർ ദേ സേയിങ്? എങ്ങനെയാണ് അവർ പറയുന്നത് ഇത് കോൺഗ്രസ് BJPക്ക് മാത്രമാണ്? BJPയും ജയിച്ചിട്ടുണ്ട്, അവരും ജയിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ ഫാക്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ എടുത്ത് ദൂരം കളഞ്ഞിട്ട് പറഞ്ഞു ഇതിന് ഒരു കരമ്പും ഇല്ല, ഇതിനകത്ത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഇനി നമുക്ക് ഇനി വരാം ബാംഗ്ലൂരിൽ, ഇവിടെ കർണാടകയിൽ. ആൻഡ് ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കുക. മഹാരാഷ്ട്രയിൽ ഈ ബൂത്ത് ലെവൽ ഏജന്റ്സ്, നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസും പറഞ്ഞിരുന്നു. ഈ ബൂത്ത് ലെവൽ ഏജന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ബൂത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000-1200 പേരാണ് ഉള്ളത്. എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ഈ ബൂത്ത് ലെവൽ ഏജന്റ്സ് താഴെ തട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കാണും. അപ്പൊ ഒരു ബൂത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 5-6 അല്ലെങ്കിൽ മാക്സിമം 10 പേരൊക്കെ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ 1-2 പേര് ഡെഫിനറ്റ്ലി കാണും. ഈ 2-3 പേര് അടങ്ങുന്ന ഈ ടീമില് അവർക്ക് ആ 1000 പേരെ അറിയാം. 1000 പേരെന്ന് പറഞ്ഞാൽ ഏകദേശം 300 വീടേ ഉള്ളൂ, ആ ലോക്കൽസ് ആണ്. അപ്പം മഹാരാഷ്ട്രയില് ഇവർക്ക് ടോട്ടൽ BLA ഉണ്ടായിരുന്നത് 1,08,226 അതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 28,420 ബൂത്ത് ലെവൽ ഏജന്റ്സ് ഉണ്ടായിരുന്നു. അവിടെ ഈ 28,420 ബൂത്ത് ലെവൽ ഏജന്റ്സ് ഇത്രയും വോട്ട് കൂടി അല്ലെങ്കിൽ എക്സ്ട്രാ വോട്ടുകൾ വന്നെന്ന് ആരും എന്തെങ്കിലും പറഞ്ഞോ? അവിടെയും പറഞ്ഞിട്ടില്ല. സോ അതാണ് അതിന്റെ ഫാക്ട്സ്. നൗ കം ടു നമുക്ക് ഇനി ബാംഗ്ലൂരിലേക്ക് വരാം, അല്ലെങ്കിൽ കർണാടകയിൽ വരാം. കർണാടകയിൽ അദ്ദേഹം ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം പറഞ്ഞു. മഹാദേവപുരം തന്നെ വരാം. മഹാദേവപുരയിൽ അദ്ദേഹം പറഞ്ഞു നമ്മളെ അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവിടെ ഒരു ഫാക്ട് ചെക്ക് ഉണ്ട്. ആ ഫാക്ട് ചെക്ക് എന്താ പറഞ്ഞത്? 8 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1 മാത്രമാണ് BJP ജയിച്ചത്, ബാക്കി 7 കോൺഗ്രസ് ജയിച്ചിട്ട് ഞങ്ങൾ തോറ്റു. ദാറ്റ്സ് റോങ്, അത് തെറ്റാണ്. 4 അസംബ്ലി സെഗ്മെന്റ്സിൽ കോൺഗ്രസും 4 അസംബ്ലി സെഗ്മെന്റ്സിൽ BJPയും ജയിച്ചു. അതാണ്. അപ്പൊ അഗൈൻ ഫാക്ച്വലി റോങ് ആണ്. ഇത്രയും സ്റ്റഡി ചെയ്ത് ഇത്രയും വലിയ പ്രസന്റേഷൻ ഒക്കെ നടത്തിയിട്ട് എങ്ങനെ തെറ്റുപറ്റാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ പറയാൻ സാധിക്കും അത്? ഇനി അങ്ങനെ ഒരു വാദത്തിലേക്ക് വേണ്ടി നമ്മൾ ഒന്ന് സമ്മതിച്ചു തരാം. ഓക്കെ, അവിടെ ഒരു സെഗ്മെന്റിൽ BJPക്ക് അത്രമാത്രം വോട്ട് കടന്നു. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ ധുലെ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ മഹാരാഷ്ട്ര, അവിടെ ഞാൻ ഒരു കണക്ക് ഞാൻ മാത്രം പറയാം. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്താ നടന്നത്? അവിടെ ടോട്ടൽ 6 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. 6 കോൺസ്റ്റിറ്റ്യുവൻസിൽ 5 BJP ജയിച്ചു. ഇനി 6ാം കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് മാലേഗാവ് സെൻട്രലിൽ, അവിടെ BJP കിട്ടിയ വോട്ട് എത്രയെന്നറിയോ? 4,542. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് കിട്ടിയ എത്രയെന്നറിയോ? 1,08,869. ഡിഫറൻസ് ഓഫ് 1,94,000 വോട്ട്സ്. ജയിച്ചതാരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4,710. അതായത് 6ൽ 5 സ്ഥലത്തും BJP ജയിച്ചിട്ട് ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, അത് 1,98,000 അത്രയും ഒരു മാർജിനോട് ജയിച്ചു. അപ്പൊ അവിടെ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, വോട്ട് എണ്ണി വരുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പെട്ടെന്ന് എന്താ വോട്ട് മാറുന്നത്? അതൊക്കെ അവിടുത്തെ ഡെമോഗ്രഫി, അതൊക്കെ അവിടുത്തെ പോളിറ്റിക്സ്, അതൊക്കെ അവിടുത്തെ ഒരു ലോക്കൽ ഡൈനാമിക്സ് ആണ്. അത് ഇവിടെ കോൺഗ്രസിന് അറിഞ്ഞാത്തൊന്നുമല്ല, പക്ഷെ അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല, ദർ ഇസ് എ സിസ്റ്റം, ദർ ഇസ് എ മെത്തഡ് ഇൻ ദ മാഡ്നസ്. എന്തിനാണ്? അതായത് വിശ്വാസമില്ലായ്മ സൃഷ്ടിക്കുക. ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല, അപ്പൊ ഞങ്ങൾ ഇനി ഒരു വിശ്വാസ ഇല്ലായ്മ സൃഷ്ടിക്കുക. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ട വാദങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയും.
പക്ഷെ ഇവർ BJP അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ബി ടീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ വന്ന് ഇവിടെ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയും എന്തൊക്കെയാണ് അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇപ്പം ആ മഹാദേവ്പുരയുടെയും ഒരു ഫാക്ടറൂടെ ഞാൻ പറഞ്ഞുതരാം, അതും ആളുകൾ അറിഞ്ഞിരിക്കണം. അതായത് മഹാദേവ്പുരയുടെ നമുക്ക് 2009 തൊട്ട് തുടങ്ങാം. അപ്പൊ പ്രശ്നമുള്ളത് 2009 കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. 2009 മഹാദേവ്പുരയിൽ BJPയുടെ വോട്ട് ശതമാനം 45%, കോൺഗ്രസിന്റെ 39%. 2014 വന്നപ്പം BJPയുടെ 45 നിന്ന് 55% കൂടി, കോൺഗ്രസിന്റെ 39 നിന്ന് 34 കുറഞ്ഞു. ഇനി 2019 വന്നപ്പം BJPയുടെ 55% നിന്ന് 59% വീണ്ടും കൂടി. അവിടെ കോൺഗ്രസിന്റെ 34 തന്നെ നിന്നു. 2024 വന്നപ്പം BJPയുടെ 59 നിന്ന് 64% കൂടി, കോൺഗ്രസിന്റെ 34% നിന്ന് 32% വന്നു. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് BJPയുടെ വോട്ട്. 2009 തൊട്ട് നമുക്കിപ്പോ 2024 വരെയുള്ള കണക്ക്. അപ്പൊ വേർ ഇസ് ദ ഡ്രാസ്റ്റിക് ജംപ്? എവിടുന്നാണ് ആ ഡ്രാസ്റ്റിക് ജംപ് വരുന്ന മഹാദേവ്പുരയിൽ? സോ അത് ഒരു കാര്യമേ അല്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ നിരന്തരമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കത്തയക്കുന്നുണ്ട്, ഇമെയിൽ അയക്കുന്നുണ്ട്. അവര് ഈ എന്താ പറയുക, ഈ ഒരു ഇൻസിഡന്റ്, ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിന് മുമ്പ് കർണാടകയിൽ നിന്ന് അവിടെ പോയിരുന്നു. അവർ ഇലക്ഷൻ കമ്മീഷനെ കണ്ടിരുന്നു. ഞങ്ങൾക്കൊരു ഡേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ 8-ാം തീയതി, അതായത് ഇന്ന് വരൂ എന്ന് പറഞ്ഞു, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ആ പ്രസ് കോൺഫറൻസ് നടത്തിയത്. ഇതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ മുൻപും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞപ്പം ഇമെയിലൂടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന ആളുകളുമായിട്ട് നിങ്ങൾ വരൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അവരാരും പോയിട്ടില്ല. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ വിളിക്കുമ്പം പോകാറില്ല. ഇമെയിലിന് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനായിട്ട് ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഇതേവരെ അവർ പോയിട്ടില്ല. അതാണ് അതിന്റെ സത്യം. ഇനി ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഒരു വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ അനിൽ. അത് നമ്മൾ കൊച്ചാക്കി കാണാൻ പറ്റില്ല. ബാക്കിയെല്ലാം രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ശ്രീ രാഹുൽ ഗാന്ധി ആ പ്രസ് കോൺഫറൻസ് ഇന്നലെ പറയുകയാണ്, അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യൽസിൽ പറയാണ്, ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളിൽ ഒരാളെ പോലും ഞങ്ങൾ വെച്ചിരിക്കുന്നത്. എന്താണത്? ഏത് ഭാഷയാണത്? ഇതെന്താണിത്? അദ്ദേഹത്തിന് തന്നെ മുൻകാലങ്ങളിൽ പുള്ളി പറഞ്ഞിരുന്നത് അദ്ദേഹം ജനിച്ചത് ഒരു സിസ്റ്റത്തിലാണെന്ന്. അദ്ദേഹം ജനിച്ചത് സിസ്റ്റത്തിലാണ്. പക്ഷെ നമ്മളാരും ജനിച്ചത് സിസ്റ്റത്തിലല്ല. നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ജനിച്ചിട്ടുള്ളത്. എനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ തന്നെയാണ് ശ്രീ അനിലിനും ആപ്ലിക്കബിൾ, ശ്രീ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നിയാസിനും ആപ്ലിക്കബിൾ, ഡോക്ടർ മോഹൻ വർഗീസിനും ആപ്ലിക്കബിൾ, ശ്രീ രാഹുൽ ഗാന്ധിക്ക് ആപ്ലിക്കബിൾ, പ്രൈം മിനിസ്റ്റർ മോദിക്ക് ആപ്ലിക്കബിൾ. എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ അധികാരത്തിൽ വന്നത് ഞാൻ നിങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യാൻ, നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു ധംകിയാണത്? അല്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞ ധംകിയാണത്, ഒരു ത്രെട്ടനാണത്. ഒരു പ്രതിപക്ഷ നേതാവിന് അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഒരു ഭരണഘടന അട്ടിമറിയല്ലേ അത്? ഇനി അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരു ലാസ്റ്റ് പോയിന്റ്, ഇലക്ഷൻ കമ്മീഷൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പരാതിയുണ്ട്, ഓക്കെ, ആ പരാതിക്ക് തന്നെ അവർ കൊടുത്തിരുന്നു അതിന്റെ റിപ്ലൈ. അതായത് ഇവർക്ക് ഡ്രാഫ്റ്റ് ഇലക്ട്രോറൽ റൂൾസ് നവംബറിൽ കൊടുത്തു, ഒരൊറ്റ പരാതിയില്ലായിരുന്നു. ജനുവരിയിൽ കൊടുത്തു, ഒരൊറ്റ പരാതി ഇല്ലായിരുന്നു. 30 ദിവസത്തിന്റെ പീരീഡ് ഉണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട്, ഒരൊറ്റ പരാതി കോടതിയിൽ പോയിട്ടില്ല. ഇപ്പോഴാണ് അവർ അതിന്റെ പറയുന്നത്. അതിന്റെ ഒരു ഫാക്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിവേ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നു, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം, എപ്പോൾ വേണമെങ്കിലും പരാതി കൊടുക്കാം. പക്ഷെ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. എന്താണ് ആ പ്രൊസീജിയർ? അതെല്ലാം റൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റൂൾസ് ഒരേപോലത്തെ റൂൾസ് ആണ്. ഏതാണ് ആ റൂൾസ്? ആ റൂൾസ് രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രോൾസ് റൂൾ 1960, 1960 ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് നെഹ്റു ഉണ്ടാക്കിയ റൂളാണ്. ആ റൂളിനകത്ത് സെക്ഷൻ 23B നിങ്ങൾക്ക് എന്ത് എവിഡൻസ് കൊടുത്താലും അത് നിങ്ങൾ ഇറ്റ് വിൽ ബി ഗിവൺ ആസ് ആൻ ഓത്ത്, അഡ്മിനിസ്റ്റർ ആൻ ഓത്ത് ഫോർ ദ പർപ്പസ്. അത് വളരെ സിമ്പിൾ ആണ് ശ്രീ അനിൽ. നമ്മളിപ്പോ പാർലമെന്റിൽ പക്ഷെ ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത് എന്റെ വാക്കാണ് ഓത്ത്. ഇതെന്തോ ഇത് നമ്മളെല്ലാം പണ്ടത്തെ രാജാക്കന്മാരൊക്കെ പറയുന്ന പോലെയാണ്. അതായത് എന്റെ വാക്ക് തന്നെയാണ് എന്റെ വില. അങ്ങനാണോ ഒരു ജനാധിപത്യത്തിൽ പറയാൻ സാധിക്കുക? എന്റെ വാക്ക്, അങ്ങയുടെ വാക്കിന് നമ്മൾ ബഹുമാനം തരുന്നു, പക്ഷെ അത് നിയമത്തിന്റെ കണ്ണിൽ അതൊരു വാക്ക് മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതേ കാര്യം നമ്മൾ പാർലമെന്റിൽ നടത്തുകയാണെങ്കിൽ ഒരു ഒബ്ജക്ഷൻ മറ്റൊരു മെമ്പർ കൊടുക്കുകയാണ്, എന്താണ് അവിടെ പറയുക? ഐ വിൽ പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ് എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ അത് ഐ വിൽ പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ്. അത് തന്നെയല്ലേ ഇവർ പറയുന്നത്? യു പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ് എന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അത് എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്യുന്നില്ല? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത്രയും കൺവിൻസ്ഡ് ആണ്? ഞാനും പറയുന്നത് അത് നല്ല കാര്യമാണ്. ലെറ്റ് ഹിം ബ്രിങ് ഓൾ ദ ഫാക്ട്സ് ടു. എന്തുകൊണ്ട് അത് സൈൻ ചെയ്യുന്നില്ല? അത് എന്റെ വാക്കുകളാണ് ഓത്ത് എന്നുള്ളത് തെറ്റാണ്.
വാക്കുകളല്ല. ശ്രീ അംബേദ്കർ ജിയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ള വാക്കുകളാണ് നമുക്ക് ബാധകം, അല്ലാതെ ആരെങ്കിലും പറയുന്നവരുടെ വാക്കല്ല നമുക്ക് ബാധകം. അതാണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു കാര്യം കൂടെ പറയും. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ശ്രീ അനിൽ. 2001 ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ശ്രീ MS ഗിൽ 2004 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്ത് രാജ്യസഭ മെമ്പറായി. അദ്ദേഹം വീണ്ടും രാജ്യസഭ മെമ്പറായി. അദ്ദേഹം എന്നിട്ട് നമ്മുടെ യൂണിയനിലെ സ്പോർട്സ് മിനിസ്റ്ററായ ചരിത്രവും നമുക്കുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, 2014 മുൻപ് എനിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നിയാസിന് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം എടുത്തിട്ടാണോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിയമിച്ചിട്ടുള്ളത്? ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടാണെങ്കിൽ തന്നെയും ഇപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം കൂടെ എടുത്തിട്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമ്മൾ നിയമിക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു ട്രാൻസ്പെറൻസി എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്തില്ല? അപ്പൊ ഈ ഇരട്ടത്താപ്പ് പറയുമ്പം അതെല്ലാം പറയണം. അതായത് ജനാധിപത്യത്തിനെ കുറിച്ച് പറയുമ്പം ജനാധിപത്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രിസർവ് ചെയ്യാനും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ട്. അത് തന്നെയാണ് BJPക്കും പറയാനുള്ളത്. ഓക്കെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് നിയാസിനോട് ചില ചോദ്യങ്ങളുണ്ട്. അഡ്വക്കേറ്റ് നിയാസ് മറുപടി പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടവേള, ഉടൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് നിയാസ്, ആ കേണൽ ഡിനിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് നേതാവായ ടിക്കാറാം മീണ, അദ്ദേഹത്തെ ഇന്ന് ഞങ്ങൾ രാവിലെ ബന്ധപ്പെട്ടിരുന്നു ടെലിഫോണിൽ. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അട്ടിമറി നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ, ഇങ്ങനെ കൃത്രിമത്വത്തിന് സാധ്യതകളുണ്ടോ എന്ന് അദ്ദേഹത്തോട് നമ്മൾ ടെലിഫോണിൽ ആരാഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടി താങ്കളൊന്ന് കേൾക്കുക. ഞാനത് ഇപ്പോൾ കാണിക്കാം. സാർ, ഈ ഒരു ഇതിനകത്ത് 200 ആണെന്നുള്ളിൽ അങ്ങനെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്യാൻ പറ്റും? ക്രമക്കേട് എന്നുള്ള വാക്യം പറയേണ്ട കാര്യമില്ല. ക്രമക്കേട് എന്താണ് ഇതിൽ? ക്രമക്കേടാണെങ്കിൽ അതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ. ആ സമയത്ത് ഇവർ ചൂണ്ടിക്കാണിക്കാം, ഇവർ നീക്കം ചെയ്യാനും. അതായത് BLO ലെവലില്, ഡിസ്ട്രിക്ട് ലെവലില് തഹസിൽദാർ ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ആ ലെവലില്. ഇവരെ പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഫോം ഉണ്ട്, ഫോം നമ്പർ 6, ഫോം നമ്പർ 8, ഫോം നമ്പർ 7, ഇങ്ങനെ 4-5 ഫോംസ് ഉണ്ട്. ഇത് അവിടെ കൊടുക്കണം. ഇങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മനസ്സിലായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആള് 2 സ്ഥലത്തുണ്ട്, അതുകൊണ്ട് ഇത് നീക്കം ചെയ്യണം എന്ന്. ഈ ഇലക്ടോറൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു BLA, അതായത് ബൂത്ത് ലെവൽ അസിസ്റ്റന്റ്, ഇവരെ ഇത് ആ സമയത്ത് തന്നെ ഇവർ ആക്റ്റീവായിട്ട് സജീവമായിട്ട് ഈ പ്രക്രിയയിലെ പങ്കാളിയായാലേ ഇതൊക്കെ ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ആ അവസരം ഇവർ ശരിക്കും ഉപയോഗിക്കാറേ ഇല്ല. അട്ടിമറി എന്ന് പറയുന്നത് തള്ളിക്കളിയാണ്. മാത്രമല്ല, അഥവാ കൃത്രിമത്വം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നിരവധി വേദികൾ ഉണ്ടെന്നാണ് അക്കമിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഈ ടിക്കാറാം മീണ ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. യെസ്, താങ്കൾക്ക് പറയാം. നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ കേണൽ S ഗിന്നി പറഞ്ഞ അവസാനത്തെ പോയിൻ്റാണ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പറയുന്നത് ഇരട്ടത്താപ്പാണ്. അങ്ങനെ 2014 ശേഷം മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ നോക്കാതെയാണ് കോൺഗ്രസ് ചെയ്തതെന്നാണ്. പ്രിയപ്പെട്ട ഗിന്നി, അങ്ങക്ക് തെറ്റി. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റും നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് ചർച്ചയിൽ വളരെ വ്യക്തമായി BR അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യതയോടുകൂടി ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു ഭരണഘടനയാണ് നമ്മൾ വിഭാവനം ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നീതിപൂർവമുള്ള നിഷ്പക്ഷമായ സുതാര്യമായ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു. അതിനെന്താണ് മാർഗമെന്ന് ദിവസങ്ങൾ നീണ്ട ചർച്ച നടത്തി. അതൊക്കെ റെക്കോർഡിലുള്ളതാണ്. അവസാനം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഭരണകക്ഷി പറയുന്ന ആളെയല്ല വെക്കേണ്ടത്, പ്രതിപക്ഷം പറയുന്ന ആളെയുമല്ല വെക്കേണ്ടത്.
അത് രണ്ടുപേരും പറയുന്നതിൽ നീതിപൂർവ്വം ചെയ്യാൻ വേണ്ടി അതിൽ ചീഫ് ജസ്റ്റിസിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സാന്നിധ്യത്തിൽ 3 പേരും കൂടി കൂടിയെടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിനെതിരാണ് പ്രതിപക്ഷം ഉണ്ടാവുക. പക്ഷെ ഭരണപക്ഷവുമല്ല പ്രതിപക്ഷവുമല്ല, ചീഫ് ജസ്റ്റിസ് നീതിയുക്തമായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ 3 ആളും കൂടി എടുക്കുന്ന തീരുമാനം അതൊരിക്കലും ഒരു പാർട്ടിക്ക് അനുകൂലമാവില്ല, ഭരണപക്ഷത്തിന് അനുകൂലമാവില്ല, പ്രതിപക്ഷ പാർട്ടിന് അനുകൂലമാവില്ല. നീതിപരമായി അവർ തരുന്ന പേരുകളിൽ ഏറ്റവും നീതിയായി ഏറ്റവും സുതാര്യമായി ചെയ്യാൻ കഴിയുന്ന ആളായി ഈ ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം കൂടി കേട്ടാണ് തീരുമാനിക്കുക എന്നാണ് ഉണ്ടായിരുന്നത്, പ്രിയപ്പെട്ട ഗിന്നി. എന്നാൽ അത് നിങ്ങളുടെ ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, RSSൻ്റെയും BJPയുടെയും താല്പര്യപ്രകാരം ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുവാൻ, ഇത്തരത്തിലുള്ള വോട്ട് കൊള്ള നടത്തുവാൻ വേണ്ടി തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടിക്കാരനെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സബ് കമ്മിറ്റിയായി അല്ലെങ്കിൽ പാർട്ടിയുടെ ഉപസമിതിയായി ഇലക്ഷൻ കമ്മീഷനെ അധപ്പതിക്കാൻ വേണ്ടി നിങ്ങളിത് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്തതെന്താ അറിയോ? ചീഫ് ഇലക്ഷൻ ഏജൻറ്റ്, ചീഫ് ജസ്റ്റിസിനെ നിങ്ങൾ മാറ്റി. പകരം നിങ്ങൾ ആരെ വെച്ചെന്നറിയോ? അതിന് പകരം പ്രധാനമന്ത്രി പറയുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ബാല്യക്കാരനെ വെച്ചു. അങ്ങനെ വന്നാൽ 2:1 എന്ന് പറഞ്ഞാൽ ഭരണകക്ഷം പറയുന്നവർക്ക് മാത്രം. അത് എപ്പോഴാണ് ഉണ്ടായത്? 1950 മുതൽ ഇതുവരെയുള്ള കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് പോലും അത് ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ ചെയ്തത് ഇതിനു വേണ്ടി മാത്രമാണ്, ഈ നെറികേടിന് മാത്രമാണ്. ഈ നെറികേടിന് സൗകര്യമുണ്ടാക്കുവാൻ, ഇന്ന് BJPക്കാർക്ക് വേണ്ടി വാദിക്കുവാൻ, BJPക്കാർക്ക് വേണ്ടി വിടുവേല ചെയ്യുവാൻ, അവർ പറയുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും അടിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാല്യക്കാരനായി ഇലക്ഷൻ കമ്മീഷനെ മാറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, TN ശേഷൻ ഇന്ത്യയിലെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് പോലും അതിശക്തമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് എത്ര ഇലക്ഷൻ കമ്മീഷന്മാരുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളിൽ തൊടാൻ ഒരു ഗവൺമെൻറ്റിനും, സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ, സാധിക്കുമായിരുന്നില്ല. ഇന്ന് നിങ്ങൾ നിരങ്ങുകയാണ്. നിങ്ങളുടെ പാർട്ടി ഓഫീസായി ഇലക്ഷൻ കമ്മീഷൻ മാറി. അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, സംശയം വേണ്ട. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റിനെ തകർക്കല. ജുഡീഷ്യറിയിലും വിശ്വാസമില്ലേ? നിയമപരമായി ചെയ്യാൻ ആരോടാ പറയേണ്ടത്? അനിൽ നമ്പ്യാരെ, അങ്ങയുടെ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഞാൻ പറയട്ടെ, അങ്ങയുടെ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJPക്കാരനായ അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ ഒരു സമുദായത്തെ മൊത്തം, ഒരു സമുദായം അല്ലല്ല നിങ്ങളുടെ പാർട്ടിക്കാരൻ, സമുദായത്തെ മൊത്തം അത് മറ്റുള്ള ഹിന്ദു സ്ത്രീകളുടെ താലിമാല പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത് വർഗീയമായ പ്രീണനമുണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ കണ്ണ് അടച്ചിരുന്ന ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ പറയേണ്ടത്, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞു, വിവിധ സ്ഥലങ്ങളിൽ ഫാസിസം നടക്കുന്നു, വർഗീയത നടക്കുന്നു, ഇടപെട്ടില്ല. ഏതെല്ലാം കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണുപൂട്ടി CPM പറയും പോലെ കാര്യങ്ങൾ ചെയ്തു. എന്തിനേറെ പറയുന്നു, ഒരു പ്രധാനമന്ത്രി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ റോഡ് ഷോ ഉണ്ടാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ റോഡ് ഷോ ഉണ്ടാക്കി, 2 ഭാഗത്തും ജനങ്ങളെ കണ്ട് റോഡ് ഷോ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് സൗകര്യമുണ്ടാക്കി കൊടുത്ത ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ചെരുപ്പ് നെക്കികളായി മാറിയെന്ന ഞങ്ങൾക്ക് വേദനയോട് പറയാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായത് ഇപ്പോഴാണ്. അതിന്റെ കാരണം നിങ്ങൾ ചെരുപ്പ് നെക്കികളെ രാഹുലിനോട് പരാതി എഴുതി കൊടുക്കാൻ പറ. എഫിഡവിറ്റ് കൊടുക്കാനല്ലേ പറഞ്ഞ? സത്യവാങ്മൂലം ആധികാരികമായ തെളിവുകൾ കൂടി ചേർത്തുകൊണ്ട് സത്യവാങ്മൂലം കൊടുക്കേ. നിങ്ങൾ രണ്ടാമത് പറഞ്ഞത് ഞാൻ പറയട്ടെ അല്ലാതെ നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞ പോലെ ഞാൻ പറയുന്നതാണ് അത് സത്യവാങ്മൂലമായിട്ട് എടുത്തോളണം എന്നൊക്കെ പറയാൻ ഇദ്ദേഹം ആരാ? ഈ രാഹുൽ ആരാ? ഉപദേശം മതി. അങ്ങ് ബജറംഗ് ദളിലാരെ ഉപദേശം മതി, ഉപദേശം മതി. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു, ഇത് BJPക്കാരുടെ മിടുക്കാണ്. ഏത് വോട്ട് ചേർത്തൽ? ഇങ്ങനെ കള്ളത്തരം നടത്തി വോട്ട് ചെയ്യേണ്ട 10,452 ബൾക്ക് വോട്ടും 4,132 ഇൻവാലിഡ് വോട്ടും ഫേക്ക് ആൻഡ് ഇൻവാലിഡ് വോട്ട് 40,009 ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് 11,965 മിസ്യൂസ് ചെയ്ത് 33,692 പോകുന്നത്. അത് കോട്ട് ചെയ്തല്ല അദ്ദേഹം പറഞ്ഞത്. താങ്കൾ മിസ്ലീഡ് ചെയ്യാണ്. അങ്ങനെയല്ല പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കാതെ. മോഹൻ വർഗീസെ,
മോഹൻ വർഗീസ് പറഞ്ഞത് 1 കോടി വോട്ട് 1 ലക്ഷം വോട്ട് ചേർത്തിയത് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ BJP-ക്കാരും എടുക്കാന്ന് പറഞ്ഞ് BJP-ക്കാരും എടുക്കുന്നില്ല. ആര് ചേർക്കുന്നു, ഏത് പാർട്ടിക്കും ചേർക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ BJP ചേർക്കുന്നല്ല, ആർക്കും ചേർക്കാനുള്ള അവകാശമുണ്ട്. പണിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ള 100 പവൻ രാത്രിയിൽ കട്ടുകൊണ്ടുപോയാൽ അത് കള്ളന്റെ മിടുക്കാണെന്ന് ആരെയും പറയോ? കള്ളന്റെ മിടുക്കാണെന്ന് പറയോ? അല്ല, എന്റെ ബലഹീനത പൂട്ടി വെക്കാത്തത് കൊണ്ട് പറയേണ്ടത്. അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുക എന്ന് പറയുന്നത് ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ മെഷീനറി, അവരുടെ സംവിധാനം അത് സ്ട്രോങ് ആണ് എന്ന് പ്രൂവ് ചെയ്യല്ലേ? പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് പ്ലീസ്, എന്റെ പ്രിയപ്പെട്ട ഒന്ന് ഞാൻ നിർത്തുക. മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞ പക്ഷേ നിങ്ങൾ മുഴുവൻ പറഞ്ഞോ? ചോദ്യങ്ങൾക്ക് മറുപടി കേട്ടിരിക്കാം. ഞാൻ ഇവര് രണ്ടുപേരും പറയുമ്പോ ഒരക്ഷരം എന്റെ നിങ്ങൾ ഒരക്ഷരം നിങ്ങൾ ഇവർ രണ്ടുപേരും പറയുമ്പോൾ കമായെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പോലെ ഇരിക്കുന്നത് പോലെ മിണ്ടാണ്ടിരിക്കായിരുന്നില്ലേ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇരിക്കും പോലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ എന്തൊരു ആവേശം? ദയവ് ചെയ്ത് മിണ്ടാതിരിക്കും. ഞാനൊന്ന് പറയട്ടെ. ഞാനൊരു കാര്യം, രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പരിമിതിയുണ്ട്. ആരോടായി പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് 45 ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം. പിറ്റേ ദിവസം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇലക്ട്രോണിക് ഡിജിറ്റലായി ഞങ്ങൾക്ക് തന്നിരുന്നുവെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾ തന്നില്ല. അപ്പം നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ്. ആ ഫാബ്രിക്കേറ്റ് ചെയ്ത കള്ളത്തരം മൂടി വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഡിജിറ്റൽ കോപ്പി തരാതെ മുന്നോട്ട് പോവുകയാണ്. മൂന്നാമത് നിങ്ങൾ പറയുന്നത് ബീഹാറിലും കർണാടകയിലും 2 നീതി ഇല്ല സഹോദര. ബീഹാറിൽ നിങ്ങൾ ഇതുപോലെ ഡബിൾ വോട്ടാണ് മാറ്റിയതെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. ബീഹാറിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ആധാർ കാർഡ് പാടില്ല, റേഷൻ കാർഡ് പാടില്ല, ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക പാടില്ല, പിന്നെയോ പൗരത്വം വേണമെന്ന്. എവിടെയാണ് പൗരത്വം വേണമെന്ന്? ഇന്ത്യയുടെ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് പ്രകാരം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആക്ട് പ്രകാരം എവിടെയാണ് പൗരത്വം പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ പൗരത്വം അവിടെ പറയുക. അവിടെ ആധാർ കാർഡ് പാടില്ല, ആധാർ കാർഡ് ID കാർഡ് പാടില്ല. ഇവിടെ ഞങ്ങൾ കാണിച്ചതിൽ എപ്പിക് കാർഡ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ID കാർഡ്. ആ ഇലക്ഷൻ കമ്മീഷൻ ഒരാളുടെ പേരിൽ, ഒരേ അച്ഛൻ്റെ, ഒരേ മകന്, ഒരേ വയസ്സുള്ള, ഒരേ വീട്ടിലുള്ള ആൾക്ക് 2 എപ്പിക്ക് കൊടുത്തത് ഞങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കണ്ടല്ലോ. എത്ര പേർക്ക് കൊടുത്തു? ആരാ ഇങ്ങനെ ചെയ്തത്? പിന്നെ നിങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഇതുപോലെ ഞങ്ങൾക്ക് ഡ്രാഫ്റ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന്. നിങ്ങൾക്കറിയുമോ? ഇത് ഡ്രാഫ്റ്റിലല്ല. ഇവിടെ നിയാസ് എന്ന് പറഞ്ഞു ഞാനൊരു വോട്ട് ചേർക്കുന്നു, തൊട്ടപ്പുറത്തെ 4 സ്ഥലത്തും ഞാൻ വോട്ട് ചേർക്കുന്നു. വോട്ട് ചേർക്കുമ്പം അത് മറുഭാഗത്താർക്ക് വിവരം കൊടുക്കുന്നില്ല. ഒരു ഏജന്റിനും വിവരം കൊടുക്കുന്നില്ല. വോട്ട് ചേർത്താൻ ഞാൻ അപേക്ഷിച്ചാൽ നിങ്ങൾ വോട്ട് ചേർക്കുന്നു. പിന്നെ കരടി ലിസ്റ്റിലല്ല, അന്തിമ ലിസ്റ്റിലാണ് തരുന്നത്. അന്തിമ ലിസ്റ്റ് തരുന്നത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇനിയും ചെയ്യാം. ഞങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് ചെയ്യാം. നിങ്ങൾ ഡിജിറ്റലായി ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് ചെയ്യാം. എന്തേ തരാത്തത്? നിങ്ങൾ ഡിജിറ്റൽ ഞങ്ങൾക്ക് തരാത്തത് എന്താ? മൂന്നാമത് നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും അപ്പിക്കളമാണ്. എല്ലാവർക്കും അപ്പിക്കള എന്താണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ തന്നെ അത് തന്നെ പറയുന്നത്. ഞങ്ങൾക്ക് വോട്ട് ചേർത്താൻ തള്ളിക്കുവാൻ ഉള്ള ആപ്ലിക്കബിലിറ്റി വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി ടിക്കാറാം മീണ പറഞ്ഞതുപോലെ തരണമെങ്കിൽ നിങ്ങൾ ഈ തരഞ്ഞിരിക്കുന്ന ഈ ചരിത്രപരമായ ഈ ടെക്നിക്കൽ നോഹോ വെച്ചുകൊണ്ട് ഈ കള്ളത്തരം സ്വന്തം ഈ ഖജനാവ് സൂക്ഷിക്കുന്ന ആള് തന്നെ കള്ളത്തരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഡിജിറ്റലായി നിങ്ങൾ കോപ്പി തന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ പറയാമായിരുന്നു. അപ്പോൾ ടിക്കാറാം പറഞ്ഞത് ശരിയാണ്. ടിക്കാറാം മീണ പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങളത് സീൽ ചെയ്തിരിക്കുന്നു. BJP-ക്കാർക്ക് മാത്രം, RSSകാർക്ക് മാത്രം, ബജരംഗൽദാർക്ക് മാത്രം അങ്ങനെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ഇടമുണ്ടോ? നെഞ്ഞത്ത് കൈവച്ച് പറയാമോ എൻ്റെ പ്രിയപ്പെട്ട ഡിന്നി? ഞങ്ങൾ യഥാർത്ഥത്തിൽ സുതാര്യമായി നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാൻ, ചീഫ് ജസ്റ്റിസിനെ വെച്ചുകൊണ്ടുള്ള കമ്മിറ്റിയെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെക്കാം എന്ന് പറയാനുള്ള തൻ്റെ ഇടമോ ആർജവമോ നമ്മുടെ അനിൽ നമ്പ്യാർക്കോ ഉണ്ടോ? എല്ലാവർക്കും തുല്യനീതിയാണ്. നിങ്ങൾ പറയണം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ കാലാകാലങ്ങളിൽ
ചുമതലയുണ്ടായിരുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ വെച്ച് മുന്നോട്ട് പോയി ശ്രീ രാഹുൽ ഗാന്ധി ആ അഫിഡവിറ്റിൽ സൈൻ ചെയ്യാനുള്ള തന്റെ ഇടം കാണിച്ചാൽ മതി. നിങ്ങൾ വലിയ വലിയ രാഷ്ട്രീയ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങയുടെ ലെവൽ മുകളിലോട്ടാക്കും. ഈ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം വളരെ തന്റെ ഇടത്തോടെ ശ്രീ രാഹുൽ ഗാന്ധി ആ അഫിഡവിറ്റ് സൈൻ ചെയ്ത് കാണിക്കൂ. ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞ ശരിയാണെന്ന്. ഞാൻ പറയാം നിങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി ആ അഫിഡവിറ്റ് ഒന്ന് സൈൻ ചെയ്യട്ടെ, ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കട്ടെ. ഞങ്ങൾ ചെയ്യും. അതിന് തങ്ങളുടെ ഒന്നും പ്രിയപ്പെട്ട ഡെന്നിയുടെ ഒന്നും ഞാൻ ശുപാർശയോ അതുപോലെ ചെയ്യും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഡെന്നിയെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരണ ന്യായീകരണം ജനങ്ങൾ കണ്ട് മനസ്സിലാക്കട്ടെ. അനിൽ നമ്പ്യാരെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ പതപ്പിക്കുന്നത് ജനങ്ങൾ കാണട്ടെ, ബോധ്യപ്പെടട്ടെ. ഇത് ജനകീയ പോരാട്ടത്തിലൂടെ ജനങ്ങളുടെ കോടതി തെളിയിക്കും. മുന്നോട്ട് പോകും. കൊള്ളക്കാർ കള്ളത്തരം കാണിച്ച് ഈ രാജ്യത്തെ ഗവൺമെന്റിന് അധികാരത്തിലിരിക്കുന്നവർ നാളെ ആളുകളെ ഇറങ്ങിപ്പോകണം. ഉത്തരമില്ലെങ്കിൽ ഒച്ച വെക്കാം, ഉത്തരമില്ലെങ്കിൽ ഒച്ച വെക്കാം. ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരുന്നില്ല. നിങ്ങൾക്ക് മാത്രമല്ല ചോദ്യം എനിക്കും ചോദിക്കാം. നിങ്ങൾ എപ്പോഴും പറയുന്ന ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേ ഇരിക്കുന്നു. താങ്കൾ പറഞ്ഞത് ഒന്നിന് മറുപടി പറ. ചീഫ് ജസ്റ്റിസിനെ വെക്കാൻ ധൈര്യമുണ്ടോ? ചീഫ് ജസ്റ്റിസിനെ വെക്കാൻ ധൈര്യമുണ്ടോ? ആ ബോഡിയിൽ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കാനുള്ള ബോഡിയിൽ ചീഫ് ജസ്റ്റിസിനെ വെക്കാൻ ധൈര്യമുണ്ടോ? മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ല, ബാലറ്റ് പേപ്പർ ആയിട്ട് പോലും കോൺഗ്രസ് 11 സീറ്റുകളിൽ തോറ്റിട്ടുണ്ട്. അതൊരു പക്ഷേ നിയാസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. EVM വിടൂ, ബാലറ്റ് പേപ്പറിൽ നിങ്ങൾ തോൽവിയാ, ദയനീയമായിട്ടുള്ള പരാജയമാണ് അഡ്വക്കേറ്റ് നിയാസ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കാൻ തയ്യാറുണ്ടോ? അവരൊറ്റ ചോദ്യത്തിന് മറുപടി പറ. എന്താണ് ചീഫ് ജസ്റ്റിസ് ആ ബോഡിയിൽ വന്നാൽ എന്ത് മലയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്? എന്ത് ജനാധിപത്യമാണ്? ഒരു കാര്യം കൂടെ അശ്യാനിൽ ഇദ്ദേഹം പറഞ്ഞത് നേതാവിനെ പണ്ടുതൊട്ടേ വന്നതാണ്. 2023 ഇല്ലാത്ത കേസ് വെച്ച് അയോഗ്യനാക്കിയ നിങ്ങൾ എന്തും ചെയ്യും. ഞങ്ങൾക്ക് പേടിയില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പേടിച്ചിട്ടില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പേടിച്ചിട്ടില്ല. ഞങ്ങൾ ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല. മാപ്പ് പറഞ്ഞ് കാല് പിടിച്ചിട്ടില്ല. ചെരുപ്പ് നീക്കിയിട്ടില്ല. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത് നിങ്ങളുടെ നേതാവ് ഭാരതീയനാണോ എന്നാണ്. ഇതിൽ പരം ഒരു അപമാനമുണ്ട് ഏതെങ്കിലും നേതാവിന്? അഡ്വക്കേറ്റ് നിയാസ് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം അടിയന്തരമായിട്ട് ഇടവേള. ഡോക്ടർ മോഹൻ വർഗീസ് തൻ്റെ ആരോപണങ്ങൾ കമ്മീഷൻ നിരാകരിച്ചില്ലല്ലോ എന്നതിൽ കയറി പിടിച്ചാണ് ഇപ്പോൾ രാഹുൽ പ്രതിരോധം തീർക്കുന്നത്. ശ്രീ അനിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട ഒരു കമ്മീഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു സബ്ജക്റ്റിവിറ്റി ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരു ആരോപണം പബ്ലിക് സ്പേസിൽ നടത്തുമ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരണം നടത്തേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്, മിസ്റ്റർ രാഹുൽ ഗാന്ധി, താങ്കൾക്ക് പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ ഒരു അഫിഡവിറ്റ് തന്നുകൂടെ? താങ്കൾ ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും താങ്കൾ ഒപ്പിട്ട ഒരു കടലാസ് അഫിഡവിറ്റായി സത്യവാങ്മൂലമായി സമർപ്പിക്കുമ്പോൾ അത് 1960 ആ തെരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ ചട്ടങ്ങളിൽ പെടുന്ന കാര്യം തന്നെയാണ്. അപ്പം അതൊരു വ്യക്തമായി അത് നിയമാനുസൃതമാക്കി എടുക്കാൻ നോക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഞാൻ പറഞ്ഞതാണ്, അത് ഞാൻ ഓത്ത് ഓഫ് ഓഫീസ് ആണ് MP ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ഭരണഘടനയോട് കൂടെ ഉത്തരവാദിത്വമുണ്ട്, ഭരണഘടന പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരു പ്രക്രിയയ്ക്ക് വിധേയപ്പെടാനുള്ള മനസ്സ് പ്രതിപക്ഷ നേതാവ് കാട്ടുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. എന്തിനും ഒരു പ്രക്രിയ ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔപചാരികമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ശ്രീ കേണൽ ജിന്നി ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഈ പറയുന്ന അഫിഡവിറ്റ് സൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, വിസമ്മതിക്കുന്നു? ഒരു പക്ഷേ നാളെ അത് ചെയ്തുകൂടായികയില്ല. ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും ആ സത്യവാങ്മൂലത്തിൻ്റെ പരിധിയിൽ ചിലപ്പോൾ വരില്ല. അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ അതിൽ തെറ്റായ കാര്യങ്ങൾ, കണക്കുകളുടെ കാര്യത്തിൽ തെറ്റുണ്ട് എങ്കിൽ
അദ്ദേഹം അക്കൗണ്ടബിൾ ആണ്. ഒരുപക്ഷെ നിയമപ്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരും. വെറുതെ പറയുന്നില്ല, കാഷ്വലായിട്ട് പറയുന്ന കാര്യമല്ല. സത്യവാങ്മൂലം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഗൗരവമുണ്ട്. അപ്പോൾ ആ ഗൗരവം കാട്ടാൻ ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറാകും എന്നാണ് ഇതിൻ്റെ മധ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ശ്രീ നിയാസ് അഡ്വക്കേറ്റ് നിയാസ് പറഞ്ഞ ഒരു കാര്യത്തിലൊരു ന്യായമുണ്ട്. ആ ന്യായമെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാരൻ്റെ ന്യായമല്ല. ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഭരണഘടനാ സ്ഥാപനം, ആ സ്ഥാപനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന പ്രക്രിയ രാഷ്ട്രീയ പ്രേരിതമാകരുത് എന്നതാണ് ഔചിത്യബോധം. ഇവിടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണല്ലോ പാർലമെൻറ്റും നിയമസഭകളും ഒക്കെ. ആ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിക്കണമെങ്കിൽ അവിടേക്ക് എത്തുന്ന ജനപ്രതിനിധികൾ സുതാര്യമായ പ്രക്രിയയിലൂടെ കടന്നു വരുന്നവരാകണം. അതിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അതിന് തലപ്പത്തുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 അതർ കമ്മീഷണേഴ്സ്, അവരെ നിയമിക്കുന്ന പ്രക്രിയയിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് അഭികാമ്യം. പക്ഷേ അങ്ങനെ ഒരാളെ നിയമിച്ചു കഴിയുമ്പോഴും അവർക്ക് ചട്ടം അങ്ങനെ മാറ്റിമറിക്കാനൊന്നും നോക്കില്ല. ഇതെല്ലാം തികഞ്ഞ, ഇനി ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയുകയാണ്, പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ചേർന്ന് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഭരണപക്ഷം ഹൈജാക്ക് ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? തീർച്ചയായും അങ്ങനെ ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അപ്പോൾ നമ്മൾ ഗില്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റിന് ശേഷം പല രീതിയിൽ പല ഓഫറും കൊടുത്ത് പവർ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പവറിലിരിക്കുന്ന ഒരു കക്ഷിക്ക് ഗവൺമെൻറ്റിന് തീർച്ചയായും ഓഫേഴ്സ് കൊടുക്കാൻ സാധിക്കും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെയൊക്കെ സ്വാധീനിക്കാം. അതുകൊണ്ട് ഇവരുടെ നിയമന പ്രക്രിയയിൽ കുറച്ചുകൂടി സുതാര്യത ഉണ്ടാകണം, കുറച്ചുകൂടി ആർജവം ഉണ്ടാകണം എന്ന് പറയുന്ന വാദത്തെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ അതുമാത്രം മതിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് നടത്തുന്ന കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി, പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ടാകണം. വോട്ടർമാരായ 90 കോടിയോളം പേർക്ക് ആ വിശ്വാസം ഉണ്ടാകണം. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ചാരുത. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തീർച്ചയായും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതിൽ കതിരുണ്ടാകും, ബതിരുണ്ടാകും. അത് വേർതിരിച്ചെടുക്കണം. ഇനി ഈ ഘട്ടം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ നിന്നും ഒരുപക്ഷെ നീതിപീഠത്തിലേക്ക് ഈ വിഷയം പോയേക്കാം. എന്തുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തുകൂടാ? അപ്പോൾ പറയും കോടതി ഇവിടെ നിഷ്പക്ഷമല്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിയമവാഴ്ച ഇല്ല എന്ന് പറയുന്നതിൻ്റെ തുല്യമായിരിക്കും. ഏതെങ്കിലും സ്ഥാപനങ്ങളെ ഒന്ന് വിശ്വസിക്കണമല്ലോ. ആത്യന്തികമായ പൗരനുള്ള ആത്യന്തികമായ നീതി കോടതിയിൽ നിന്ന് ലഭിക്കണം. അല്ല എങ്കിൽ ഇവിടെ ഈ രാജ്യം ഈ രൂപത്തിൽ മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് പരസ്പരം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും രാജ്യത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടാകണം. ഇവിടെ ഒരു വിശ്വാസ്യതയുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അത് അസ്ഥാനത്താവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ, രാഹുൽ ഗാന്ധി ഈ കാര്യം പറഞ്ഞത് 6 മാസത്തെ പഠനത്തിന് ശേഷം ഇന്നലെയാണ് പറയുന്നത്. ഇന്നലത്തെ പ്രത്യേകത നോക്കൂ, ഇന്നലെ രാജ്യം മുഴുവൻ മുൾമുനയിൽ നിൽക്കുകയാണ്. അമേരിക്കയുടെ വ്യാപാര യുദ്ധം അത് ഇന്ത്യക്കെതിരെ വലിയ കൂരമ്പുകളായി വരികയാണ്. അത് സമർത്ഥമായി തടഞ്ഞു നിർത്താൻ ഇന്ത്യ രാജ്യാന്തര ബന്ധങ്ങൾ കുറച്ചുകൂടി റീഓറിയൻറ്റ് ചെയ്യുകയാണ്. ചൈനയുമായുള്ള ബന്ധം, റഷ്യയുമായുള്ള ബന്ധം, അതേക്കുറിച്ച് കൂലങ്കഷമായ ചർച്ച നടക്കുന്ന കാര്യമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരുതരം തെറുത്തുകയറ്റത്തെ എങ്ങനെ നേരിടാം? അക്കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവനയുണ്ടായി, അതിൽ സ്വല്പം അനൗചിത്യമുണ്ട്. ട്രംപ് പറയുന്നു ഇന്ത്യൻ ഇക്കോണമി ഡെഡ് ഇക്കോണമിയാണ്. കേണൽ ഡെന്നി അത് പറയുകയും ചെയ്തല്ലോ. അവിടെ ഒരുപക്ഷെ ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യത്യസ്ത സ്വരത്തിൽ സംസാരിക്കുന്നത് രാജ്യ താല്പര്യത്തിന് അത്ര നന്നല്ല. അത് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണമായിരുന്നു. ആ വിഷയം കത്തി നിൽക്കുമ്പോൾ ആ സമയത്ത് നിന്നും അതേ സമയത്ത് ഈ ഒരു വിഷയം കുടത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ടതുപോലെ വലിയൊരു വിപത്ത് ഇതാ വരുന്നു രാജ്യത്തിന് എന്ന രീതിയിൽ വരുന്നത്. ആ ടൈമിങ്ങിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ടൈമിംഗ് ഒരുപക്ഷെ ബീഹാർ ഇലക്ഷൻ വരുന്നു അധികം വൈകാതെ. ആ ബീഹാർ ഇലക്ഷന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ, അതോ ഈ ഒരു മൊമെൻറ്റം അടുത്ത ഒരു 3-4 വർഷത്തേക്ക് അടുത്ത ദേശീയ തെരഞ്ഞെടുപ്പ് വരെ നിർത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൽ പുതിയ വിഷയങ്ങൾ വരും. ഈ ഒരു ഇൻറ്റൻസിറ്റിയിൽ ഈ വിഷയം നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്ത ഒരു ടൈമിംഗ് ഒന്നുകിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഉടനെ വേണമായിരുന്നു, അല്ല എങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലെങ്കിലും വേണമായിരുന്നു. ഇതിപ്പം ഇലക്ഷൻ കഴിഞ്ഞ് പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തിൽ കൂടുതൽ സമയമായി കഴിഞ്ഞു. ഈ സമയം തിരഞ്ഞെടുത്തതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. രാജ്യത്തിൻ്റെ ആ ഒരു
ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ലിങ്കേജസിലേക്ക് ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഇവിടുത്തെ പ്രക്രിയ, ജനാധിപത്യ പ്രക്രിയ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതേക്കുറിച്ചുള്ള സംശയങ്ങൾ പൊതുജനങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ ദ ഹോൾ നേഷൻ സ്റ്റാൻഡ്സ് പൊളിറ്റിക്കലി ഡിവൈഡഡ് എന്ന ഒരു പ്രതീതി ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിൽ അത്ര ആരോഗ്യപരമാണോ എന്നത് സംശയമുണ്ട്. എന്നാൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് ചോദിക്കാനുള്ള അവകാശത്തെ അവസാന നിമിഷം വരെ പോരാടി നമുക്ക് പിന്തുണയ്ക്കേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ ഭേദം അതിനകത്തില്ല. പക്ഷേ ഇതാണോ അതിൻ്റെ കറക്റ്റ് സമയം? പലപ്പോഴും ടൈമിംഗ് തെറ്റുന്നു. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ആർജവത്തോടു കൂടിയാണ്, പക്ഷേ അതിൻ്റെ ടൈമിങ്ങിൽ എവിടെയോ പിഴവ് പറ്റുന്നു എന്ന ഒരു ജനറൽ ചിന്തയും എനിക്ക് ഇക്കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. യെസ് കേണൽ ഡിനി, ഞാൻ വരാം താങ്കളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. കേണൽ ഡിനി, അവസാനം നിയാസ് പറഞ്ഞു വെച്ചത് ഭരണഘടനാ സ്ഥാപനങ്ങളെ, എസ്പെഷ്യലി ഇലക്ഷൻ കമ്മീഷനെ പൊളിറ്റിസൈസ് ചെയ്തു. അതിലാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത്, ആ ആരോപണത്തിൽ. അതിനകത്ത് അവർക്കൊരു ആരോപണം പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് കൂടെ തന്നെ ആ പ്രൊസീജിയർ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ വ്യവസ്ഥയുടെ കൂടെ നിൽക്കണം എന്നാണ് നമ്മുടെ BJPയുടെ പോയിന്റ്. ഞാൻ എന്തും പറയും, ഞാൻ ഷൂട്ട് ആൻഡ് സ്കൂട്ട്, അതായത് ഞാൻ പറയും എന്നിട്ട് എനിക്ക് പിന്നെ അതിന്റെ യാതൊരു അവകാശം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് കോടതി കയറി മാപ്പൊക്കെ പറയേണ്ടി വരുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഒരു നീതിയുണ്ട്, ആ ലോ ഉണ്ട്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന രീതി അനുസരിച്ച് എല്ലാവർക്കും പോകാൻ സാധിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇനി അദ്ദേഹം പറഞ്ഞു പൊളിറ്റിസൈസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഇതാണ്, 2014 മുൻപ് ഗവൺമെന്റ് തീരുമാനിക്കുമായിരുന്ന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അവിടെ ഒരൊറ്റ രീതിയിലും പ്രതിപക്ഷ നേതാവ് ആരുമില്ലായിരുന്നു, ചീഫ് ജസ്റ്റിസ് ആരുമില്ലായിരുന്നു. എന്താണ് നടന്നത്? സുപ്രീം കോടതിയാണ് 2022 ഓർഡർ ഇട്ടത്. അതായത് ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം, ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷനും വേണം. അത് ഗവൺമെന്റ് അംഗീകരിച്ചു. ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് അതിനകത്ത് ചോദ്യം വന്നു, യെസ് ചീഫ് ജസ്റ്റിസ് വേണോ വേണ്ടേ എന്ന്. അതിനകത്ത് എന്താണ് ആ സമയത്ത് നടന്ന ഒരു ഡിബേറ്റ്? ജുഡീഷ്യൽ ഓവർ റീച്ച് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള പല കാര്യത്തിലും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു സെപ്പറേറ്റ് ഡിബേറ്റ് ആയിട്ടാണ്. പക്ഷെ ഇന്നെന്താണ്, പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവും അതിന്റെ ഒരു ഭാഗമാണ്. അതാണ് മാറ്റം. അപ്പൊ ഇന്നിപ്പം പ്രതിപക്ഷ നേതാവ് എക്കാലത്തും പ്രതിപക്ഷ നേതാവ് ഇരിക്കണമെന്നൊന്നും ഞാൻ അങ്ങനൊന്നും പറയത്തില്ല. അതായത് എനിക്ക് അതൊക്കെ അവരുടെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും ആളുകളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ മാറി മാറി വരുന്ന ഭരണകർത്താക്കളും മാറി മാറി വരുന്ന പ്രതിപക്ഷ നേതാക്കളും അതിന്റെ ഭാഗമാണ്. മുൻപ് അങ്ങനെ ഇല്ലായിരുന്നു. അതാണ് എന്റെ പോയിന്റ്. ഇനി എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇതിനകത്ത് ഒപ്പിടാത്തതെന്ന് അല്ലെങ്കിൽ അഫിഡവിറ്റിൽ കൊടുക്കാത്തതിന്റെ ഒരു കാരണം ഞാൻ പറയാം. അദ്ദേഹം ഇന്നലെ കുറച്ച് ഫേക്ക് വോട്ടേഴ്സിന്റെ പേര് സഹിതം ഫോട്ടോ സഹിതം പറഞ്ഞിരുന്നു. ഇന്ന് പുറത്തു വന്ന അതിനകത്ത് റിപ്പോർട്ട്സ് എന്താണ്? 3 പേര്, ഓം പ്രകാശ് ഭാഗ്രി, സരസ്വതി ദേവി ഭാഗ്രി, മാല ഭാഗ്രി എന്നുള്ളത് അവർ താമസിക്കുന്നത് പന്തൂർ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ കടിബസനാലി ഹല്ലി എന്നുള്ള സ്ഥലത്താണ്. അവരുടെ ഫോട്ടോയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അവരെല്ലാവരും ഒറിജിനൽ വോട്ടേഴ്സ് തന്നെ ആണെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇനീഷ്യൽ വെരിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആദിത്യ ശ്രീവാസ്തവ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് UP-യിൽ വോട്ടുണ്ട്, അദ്ദേഹം അവിടെ പോയി വോട്ട് ചെയ്യുന്നു, അദ്ദേഹം ബോംബെയിൽ വോട്ട് ചെയ്യുന്നു, അദ്ദേഹം ബാംഗ്ലൂരിൽ വോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് മീഡിയ കോൺടാക്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം ജനിച്ചു വളർന്നത് UP-യിലായിരുന്നു. ജോലിക്ക് വേണ്ടി അദ്ദേഹം ബോംബെയിൽ വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. അവരവിടെ പിന്നെ പോകാറില്ല. അവിടുന്ന് പിന്നെ അദ്ദേഹം ഇപ്പൊ ബാംഗ്ലൂരിൽ വന്നു. അതാണ്, അപ്പം ബാംഗ്ലൂർ തന്നെയാണ് സെറ്റിൽഡ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു കേസുകൾ ഇങ്ങനെ പറയുമ്പം അതിനകത്ത് ഫാക്ട്സ് വെച്ചല്ല നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആ അഫിഡവിറ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പണിഷബിൾ ആണ്. അതായത് നിങ്ങൾക്ക് തെറ്റായ വിവരം നൽകുന്നതിന് സെക്ഷൻ 227 BNS റൂൾ വെച്ച് സെക്ഷൻ 227 പ്രകാരം നടപടിയെടുക്കാം. അതുപോലെ തന്നെ സെക്ഷൻ 31 ഓഫ് RP Act 1960 പ്രകാരം തെറ്റായ എവിഡൻസ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് നിയമ നടപടിയെടുക്കാം. ശ്രീ രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റ് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം സൈൻ ചെയ്യാത്തത്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഒരിക്കലും അദ്ദേഹം സൈൻ ചെയ്യാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ ഇവരുടെ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം വിശ്വസിക്കുന്നുമില്ല അല്ലേ? അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കൂലായിരുന്നോ? അതാണ് ഞാൻ പറയുന്നത്. ആ രീതി ഇവന്റെ എയിം എന്താണ് ശ്രീ അനിൽ? ഇത് ഒരു റിഫോം കൊണ്ടുവരാനാണോ അതോ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണോ? നിങ്ങൾക്ക് നിങ്ങളെ വോട്ടറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവർക്ക് നിങ്ങളെ കൂടെ നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? കൺഫ്യൂസ് ചെയ്യുക. നമ്മൾ പണ്ട് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ, ഇഫ് യു കാൻ കൺവിൻസ് കൺഫ്യൂസ്. അപ്പൊ ഇപ്പൊ ആളുകളുടെ മനസ്സിനകത്ത് സംശയം കൊണ്ടുവരിക. സംശയം, അതായത് ഇപ്പം എന്ത് പറ്റും? ഇപ്പം BJP ജയിക്കുകയാണെങ്കിൽ പറയും, നോക്കൂ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ഷൻ കമ്മീഷൻ കോംപ്രമൈസ് ആണ്, അവർ ജയിക്കും. ഇനി കോൺഗ്രസ് ആണ് ജയിക്കാൻ പോകുന്നത്, പല സ്ഥലത്തും അവർ ഇനിയും ജയിക്കും.
അങ്ങനെ ജയിക്കുമ്പോൾ എന്ത് പറയും? നോക്കൂ, ഞങ്ങൾ അന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. അതെ. അപ്പം ഹെഡ്സ് ഐ വിൻ ടെയിൽസ് യു ലൂസ് എന്ന് പറയുന്നില്ല. എന്ത് വന്നാലും അത് കുഴപ്പമാണ്. പക്ഷെ ഞങ്ങൾ അത് ചെയ്യുന്നുള്ള രീതിയിലേക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മുടെ ജനാധിപത്യക്ക് നല്ലതല്ല. കാരണം വിശ്വാസമാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിന് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത്രയും നാള് ഭരിച്ച ഒരു പാർട്ടിയാണ്, ഏറ്റവും കൂടുതൽ നാള് പ്രതിപക്ഷത്തിൽ ഇരുന്ന ജനസംഘ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് ഇവിടെ ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ലെഗസി ഉണ്ട്. ആ ലെഗസിയെയും ക്രെഡിബിലിറ്റിയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതുപോലത്തെ ഒരു ഫാക്ട്സും ഫിഗേഴ്സും ഇല്ലാതെ വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ചാൽ അത് നമ്മുടെ ജനാധിപത്യക്ക് നല്ലതല്ല. എന്താണെന്നുള്ളത് ലാസ്റ്റ് ഒരു കാര്യം കൂടെ അനിൽ പറയണ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നോക്കൂ, നമ്മളെ തൊട്ട അയൽ രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത്? ശ്രീലങ്കയിൽ എന്താണ് നടന്നത്? ബംഗ്ലാദേശിൽ എന്താണ് നടന്നത്? ഇതേപോലുള്ള ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്താണ് ആളുകളുടെ മനസ്സിനകത്ത് ഒരു സംശയം ക്രിയേറ്റ് ചെയ്ത് തെരുവിലേക്ക് ഇറക്കുക എന്നാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇത് യുവാക്കളുടെ അധികാരമാണ് മാറ്റുന്നത്, ഇത് ദളിത് മൈനോറിറ്റീസിൻ്റെതാണെന്ന്. അപ്പൊ തെറ്റായ ഒരു സന്ദേശം ഈ മനസ്സുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, ഇപ്പം ബീഹാറിൽ പറയാണ് ഞങ്ങൾ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണം. പക്ഷേ എന്റെ ബിലീഫ്, നമ്മുടെ ജനാധിപത്യം വളരെ സ്ട്രോങ് ആണ്. ഇവിടുത്തെ ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ആരാണ് എന്താണ് പറയുന്നത്. ഒച്ച വെച്ചതുണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് സംസാരിച്ചുണ്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് അവര് നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും വീണ്ടും ഇലക്ഷനിൽ ജയിക്കുന്നത്. പ്രവൃത്തി കൊണ്ടാണ്, അതല്ലാതെ പ്രൊപ്പഗാൻഡ കൊണ്ടല്ല അവർ വരുന്നത്. ഓക്കെ, രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം താറടിക്കുന്ന സമീപനമാണ് രാഹുൽ നിരന്തരം കൈക്കൊള്ളുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിലുള്ള അവിശ്വാസം ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നു. രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും രാഹുലിൻ്റെ ദേശവിരുദ്ധത തുറന്നു കാട്ടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ വെറും സ്റ്റണ്ടായും ഗിമ്മിക്കായും മാത്രമേ കാണാനാവൂ. ആധികാരികമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് കമ്മീഷന് കൈമാറണം. പക്ഷേ കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിനെ പോലും പൂർണ്ണമായും രാഹുൽ മുഖവിലക്ക് എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.